നമസ്കാരം. നമസ്കാരം. നമ്മുടെ നമ്മുടെ ക്ലാസ് ക്ലാസ് വീണ്ടും നമ്മൾ വീണ്ടും ആരംഭിക്കുന്നു. നമ്മൾ ആരംഭിക്കുന്നു. ഇത് എന്തിനു ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് വേണ്ടിയാണ് നമുക്കറിയാം. നമുക്കറിയാം. ലോകചരിത്രം ലോകചരിത്രം പഠിച്ചെടുക്കുക എന്നത് പഠിച്ചെടുക്കുക എന്നത് വളരെയേറെ വളരെയേറെ പ്രയാസമുള്ള ഒരു പ്രയാസമുള്ള കാര്യം ഒരു തന്നെയാണ്. കാര്യം കാരണം തന്നെയാണ്. നമുക്ക് കാരണം സ്വന്തം നമുക്ക് നാട്ടിലുള്ള ചരിത്രം തന്നെ നാട്ടിലുള്ള അറിയില്ല. ചരിത്രം തന്നെ പിന്നെയാണ് നമ്മൾ അറിയില്ല. വേൾഡ് പിന്നെയാണ് അല്ലെ നമ്മൾ ലോകത്തിൻ്റെ വേൾഡ് ചരിത്രം അല്ലെ ലോകത്തിന്റെ പഠിക്കാനായിട്ട് ചരിത്രം പോകുന്നത്. പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചരിത്രം എന്ത് ചരിത്രം തന്നെയായാലും എന്ത് നമുക്കത് നമുക്കത് പഠിച്ചെടുത്തേ പഠിച്ചെടുത്ത് മതിയാവുകയുള്ളൂ. മതിയാവുകയുള്ളൂ. അത് പഠിക്കാൻ അത് വേണ്ടി പഠിക്കാൻ നമ്മൾ വേണ്ടി നടത്തുന്നൊരു നമ്മൾ ശ്രമമാണ്, ശ്രമമാണ് പ്രത്യേകിച്ച് പരീക്ഷാ പരീക്ഷ കാലയളവിൽ. കാലങ്ങളിൽ. ആ പരീക്ഷാ ആ കാലയളവിൽ ഏതാനും പരീക്ഷക്കാലത്ത് ഏതാനും വർഷങ്ങളും വർഷങ്ങളും ഏതാനും ഏതാനും പേരുകളും പേരുകൾ മാത്രം പഠിച്ച് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്കുണ്ടായിരുന്നു. പക്ഷേ മാറി വന്ന മാറി വന്ന പരിസ്ഥിതി അല്ലെങ്കിൽ പരിതസ്ഥിതി, പരിസ്ഥിതി, പരീക്ഷയുടെ പരീക്ഷയുടെ പ്രത്യേകത, പ്രത്യേകത, തസ്തികയുടെ പ്രത്യേകത, തസ്തികയുടെ ഇതെല്ലാം പ്രത്യേകത, ഇതെല്ലാം വിഷയം വിഷയം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി മനസ്സിലാക്കേണ്ടതിന്റെ നമ്മളെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതുകൊണ്ട് തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തി പരീക്ഷയ്ക്ക് പോവുക എന്ന് പോവുക എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ രണ്ടു നമ്മൾ കൂട്ടരെ സംബന്ധിച്ചും എന്താണ്, നിരാശ മാത്രം നൽകുന്നൊരു ഘടകമാണ്. കാരണം നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റാതിരുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ളൊരു മാനസിക പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനും ഇത് പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ കിടക്കുമായിരുന്നു എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് എടുക്കുകയാണ്. കോൾഡ് വാർ എന്ന് പറയുന്ന മേഖല നമുക്കറിയാം അല്ലേ. വേൾഡ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. കോൾഡ് വാർ നമുക്കറിയാം എന്താണ്, ശീതസമരം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ശീതസമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമരമാണ്, പക്ഷെ എന്താണ് അത് ഒരു വളരെ തണുത്തുറഞ്ഞു നിൽക്കുന്ന ഒരു സമരമായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രത്യക്ഷത്തിലുള്ള ഒരു യുദ്ധമല്ലാത്ത യുദ്ധം. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് വീണ്ടും ഒരു ലോക മഹായുദ്ധം ഉണ്ടായാൽ ഈ ലോകം തന്നെ അവസാനിക്കപ്പെടും എന്ന ഒരു ചിന്താഗതി എല്ലാ രാജ്യങ്ങളുടെയും ഉള്ളിൽ ഉയർന്നു വന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വന്നത്. പക്ഷേ ആ ഐക്യരാഷ്ട്ര സംഘടന പോലും എന്താണ്, ഈ കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു തേർഡ് വേൾഡ് വാറിനെ ഒഴിവാക്കുന്നതിന് പരാജയപ്പെട്ടു എന്നതാണ് ഈ കോൾഡ് വാറിന്റെ പ്രസക്തി. അപ്പോൾ ഇത് രണ്ട് ശാക്തിക ചേരികൾ എന്ന് പറയുന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. സെൻട്രൽ പവേഴ്സും അലീഡ് പവേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അതേപോലെ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, ആക്സിസ് പവേഴ്സും അലീഡ് പവേഴ്സും എന്ന് പറഞ്ഞ ഒരു സഖ്യമായിരുന്നു ഈ പറയുന്ന ആ സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കോൾഡ് വാർ എന്ന് പറയുന്ന തേർഡ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്നത് രണ്ട് ശാക്തിക ചേരികൾ തന്നെയാണ്. ആ രണ്ട് ശാക്തിക ചേരികൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ്, മറ്റൊന്ന് സോഷ്യലിസ്റ്റ് അല്ലേ. ഒന്ന് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചേരിയും മറ്റൊന്ന് ക്യാപിറ്റലിസ്റ്റ് ചേരിയുമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചേരി മറ്റൊന്ന് ക്യാപിറ്റലിസ്റ്റ് ചേരിയാണ്. അതായത് മുതലാളിത്ത രാഷ്ട്രങ്ങൾ ഒരു വശത്തും അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ മറുവശത്തുമായിട്ട് അണിചേർന്നുകൊണ്ടുള്ള ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം. ഇതിനെയാണ് കോൾഡ് വാർ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ ലോകം രണ്ട് ശാക്തിക ചേരികളായിട്ട് മാറി. അതിനെയാണ് നമ്മൾ ബൈപോളാർ വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇരുധ്രുവ ലോകമാണ്. ലോകം രണ്ട് ധ്രുവങ്ങളിലേക്ക് പോവുകയാണ്. ഒന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് വിഭാഗങ്ങൾ അണിനിരന്ന ശാക്തിക ചേരി, മറ്റൊന്നാണെങ്കിലും ഈ സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും എല്ലാം എതിർത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ശാക്തിക ചേരി അല്ലെ. അതാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ചേരി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് അല്ലെ. ഈ രണ്ട് ചേരിക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ആളുകളുണ്ടായിരുന്നു. അതിലൊന്ന് അമേരിക്കൻ ഐക്യ നാടുകളായിരുന്നു ഒരു വശത്ത്. അവർ ക്യാപിറ്റലിസ്റ്റ് ചേരി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ. ഇപ്പുറത്തുണ്ടായിരുന്ന എന്താണ്, സോഷ്യലിസം എന്ന് പറഞ്ഞൊരു ചേരി. അതായത് രണ്ട് അസ്തിത്വങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ് അല്ലെ. ക്യാപിറ്റലിസ്റ്റ് ചേരി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ. ക്യാപിറ്റലിസ്റ്റ് ചേരി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അറിയാൻ സാധിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് ചേരി എന്ന് പറയുമ്പോൾ വ്യവസായങ്ങൾ അല്ലെ, വ്യവസായികൾ, അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ലാഭമെന്ന് പറയുന്നത് മാത്രം അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതി. എന്നാൽ സോഷ്യലിസ്റ്റ് ചിന്താഗതി എന്ന് പറയുമ്പോൾ ഏതിൻ്റെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റായി മാറ്റപ്പെടുന്നു. ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്കും വരുന്നു. അങ്ങനെ എല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ പോകുന്ന ഒരു സമ്പ്രദായമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഈ രണ്ട് ഇസങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളും ഒരേപോലെ മുന്നോട്ട് വന്നപ്പോൾ ഏതാണ് മെച്ചം എന്നൊരു മത്സരമുണ്ടായി. ആ മത്സരം എങ്ങനെ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു അല്ലേ ശക്തിയുടെ അവസാനത്തോടു കൂടി മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള അവസാനം സംഭവിച്ചത് സോവിയറ്റ് യൂണിയനായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ പതനം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കോൾഡ് വാർ എന്ന് പറഞ്ഞ മേഖലയിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തിലെ രണ്ട് ശാക്തിക ചേരികളായിട്ട് ഉയർന്നു വന്നു എന്നതാണ് പ്രത്യേകത. എന്തുകൊണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു? മറ്റ് രാജ്യങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ. രണ്ടാം ലോക മഹായുദ്ധം വരെ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാരെവിടെയായിരുന്നു, അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരെവിടെയായിരുന്നു? ആ ചോദ്യം നമുക്കിവിടെ വേണ്ടി വരും. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന്
ഈ പറയുന്ന ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ പാപ്പരായിപ്പോയി. യുദ്ധത്തെ നയിച്ച ജർമ്മനി എന്ന രാജ്യത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് മുന്നിട്ട് വന്നത് രണ്ട് രാജ്യങ്ങളാണ്. അതിലൊരു രാജ്യം സോവിയറ്റ് യൂണിയൻ, മറ്റൊരു രാജ്യം അമേരിക്കൻ ഐക്യനാടുകൾ. ഇവർ രണ്ടുപേരും കൂടിയാണ് ജർമ്മനിയെ കീഴടക്കിയത്. ഇവർ രണ്ടുപേരും കൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾക്ക് പുതിയ ഒരു ജീവമന്ത്രവും ഉയിർപ്പും നൽകിയത്. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ബ്രിട്ടൻ, അതേപോലെ ഫ്രാൻസ് എന്നിവർ പിന്തള്ളപ്പെടുകയും മുൻനിരയിലേക്ക് സോവിയറ്റ് യൂണിയനും അമേരിക്കയും വരികയും ചെയ്തു. ഇവർ രണ്ടും ഒരു ചേരിയിൽ നിന്നാണ് യുദ്ധം ചെയ്തിരുന്നത്, ഫാസിസത്തിനെതിരായിട്ട് യുദ്ധം ചെയ്തിരുന്നത്. എങ്കിലും ഫാസിസം അവസാനിച്ച് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ ആരാണ് കേമൻ, ഞങ്ങളുടെ സമ്പ്രദായങ്ങളിൽ ഏതാണ് മെച്ചം എന്ന ഒരു വാശി ഈ രണ്ട് കൂട്ടർക്കും ഉണ്ടായി. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് കോൾഡ് വാർ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഇവിടെ ഉടലെടുത്തത്. ആ കോൾഡ് വാർ എങ്ങനെ ഉടലെടുത്തു എന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലേ? സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ ശക്തികളും തമ്മിൽ യുദ്ധകാലത്ത് നിലനിന്നിരുന്ന സൗഹൃദം, അതേപോലെ തന്നെ ആ സൗഹൃദത്തോടൊപ്പം യുദ്ധത്തോടൊപ്പം തന്നെ അവസാനിച്ചു എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ലോകം താമസിയാതെ രണ്ട് ശാക്തിക ചേരികളായിട്ട് തിരിഞ്ഞു. അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും, അല്ല, മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഒരു ചേരിയിൽ അല്ലെങ്കിൽ മറ്റേതിലാണ് നിരന്നു. പരസ്പര ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഈ രണ്ട് ചേരികളും തമ്മിലുണ്ടായ സംഘർഷങ്ങളും പോരാട്ടങ്ങളുമാണ് പൊതുവെ ശീതസമരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അതായത് രണ്ട് ശാക്തിക ചേരികളായിട്ട് തിരിഞ്ഞു. 1945 ശേഷമാണ് പല രാഷ്ട്രങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചത് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു കഴിഞ്ഞതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലതും ഈ സ്വതന്ത്ര രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ട് സൃഷ്ടിക്കേണ്ടുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണമെന്ന് യാതൊരു തരത്തിലുള്ള അറിവുമില്ലാതിരുന്ന ഈ രാജ്യങ്ങൾ അവർക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ശാക്തിക ചേരിയിൽ അംഗമായിക്കൊണ്ട് ആ ശാക്തിക ചേരിയുടെ സപ്പോർട്ടോടുകൂടി മാത്രം പ്രവർത്തിക്കാൻ കഴിയുമായിരുന്ന രാജ്യങ്ങൾ എല്ലാം സ്വാഭാവികമായിട്ടും ഒന്നുകിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയിലേക്കോ അതല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്കോ അണിചേരേണ്ടി വന്നു. ഈ രണ്ട് ചേരിക്ക് നേതൃത്വം കൊടുത്തത് പ്രബലന്മാരായ സോവിയറ്റ് യൂണിയനും അതേപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളുമായിരുന്നു. ഈ കൂട്ടത്തിൽ കൂട്ടിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആശയമാണ് മികച്ചത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ച പല കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കപ്പെട്ടത്. ആ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന കോൾഡ് വാർ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും രണ്ട് സെഗ്മെൻ്റായിട്ട് പിരിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്ത അവസ്ഥാവിശേഷം. എങ്ങനെയുള്ള യുദ്ധമാണ്? ആശയപരമായ യുദ്ധമാണ്, സംഘർഷമായിരുന്നു. ഈ രണ്ട് ഗ്രൂപ്പിലുമുള്ള രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തോ എന്ന് ചോദിച്ചാൽ യുദ്ധം ചെയ്തില്ല. എന്നാൽ ഈ രണ്ട് കൂട്ടരുടെയും കൂടെ കൂടിയ പല രാജ്യങ്ങളുടെയും ഇടയിലുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ പരസ്പരം ഇടപെട്ടുകൊണ്ട് നേർക്ക് നേരത്തല്ലാതെ അപ്പുറവും ഇപ്പുറവുമുള്ള പ്രശ്നങ്ങളിലെല്ലാം തല്ലിന് സമാനമായൊരു അന്തരീക്ഷ സ്ഥിതി ഒരുക്കിയ അവസ്ഥാവിശേഷമാണ് ഈ പറയുന്ന കോൾഡ് വാർ എന്ന് പറയുന്നത്. പരസ്പരം ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഈ രണ്ട് ചേരികളും തമ്മിലുണ്ടായ സംഘർഷങ്ങളും പോരാട്ടങ്ങളുമാണ് പൊതുവെ ശീതസമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ശീതസമരം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരായിരുന്നു? രാജ്യതന്ത്രജ്ഞനായ ബെർണാഡ് ബറൂച്ച് ആയിരുന്നു, അല്ലെ? ബെർണാഡ് ബറൂച്ച് എന്ന് പറയുന്ന ഒരു രാജ്യതന്ത്രജ്ഞനാണ് ശീതസമരം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഒരു ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് രചിച്ച വ്യക്തിയുടെ പേരായിരുന്നു വാൾട്ടർ ലീപ്പൻ എന്ന് പറയും, അല്ലേ? വാൾട്ടർ ലീപ്പൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം രചിച്ച ശീതസമരം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥമാണ് ഈ പറയുന്ന ശീതസമരം എന്നുള്ള പദത്തിന് പ്രചാരമേകിയത്. ഈ പറയുന്ന ശീതസമരം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെയോ ആയ ഒരു അവസ്ഥാവിശേഷമല്ല. അത് ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധവുമായിരുന്നില്ല. ശീതസമരം എന്ന് പറയുന്നത് ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമായിരുന്നില്ല, യുദ്ധത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ അവസ്ഥയുമായിരുന്നില്ല. ഇതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു നയതന്ത്ര യുദ്ധമായിരുന്നു. ഡിപ്ലോമാറ്റിക് വാർ ആയിരുന്നു ശീതസമരം എന്ന് പറയുന്നത്. ആശയപരമായിട്ടുള്ള വെറുപ്പ്, അതെന്ത് പറയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അവിശ്വാസം, അതായത് സോവിയറ്റ് യൂണിയൻ്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള അമേരിക്കയുടെ വെറുപ്പ്, അതേപോലെ അമേരിക്കയുടെ ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളോടുള്ള സോവിയറ്റ് യൂണിയൻ്റെ വെറുപ്പ്, ഈ രണ്ട് രാഷ്ട്രീയ വിശ്വാസങ്ങളോടുമുള്ള അവിശ്വാസം, ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന ഏതിൻ്റെ അടിസ്ഥാനം? നമ്മളുടെ കോൾഡ് വാറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും എന്താണ്, ഒരു തുറന്ന യുദ്ധമായിരുന്നില്ലെങ്കിലും പലപ്പോഴും എന്താണ്, യുദ്ധത്തിൻ്റെ വക്കോളം എത്തിച്ച കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അല്ലേ?
അന്താരാഷ്ട്ര സമാധാനത്തിന് നിരന്തരം ഭീഷണി ഉയർത്തിയത് എന്തായിരുന്നു വെച്ചാൽ ശീതസമരമായിരുന്നു, അല്ലേ? അന്താരാഷ്ട്ര സമാധാനത്തിന് നിരന്തരം ഭീഷണി ഉയർത്തിയത് ശീതസമരമായിരുന്നു, അല്ലേ? ആധിപത്യത്തിന് വേണ്ടിയുള്ള 20-ാം നൂറ്റാണ്ടിലെ മൂന്നാമത്തെ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ശീതസമരം എന്ന് പറയുന്നത്. ആധിപത്യം നേടണം, സമഗ്ര ആധിപത്യം നേടണം, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങളാണ് കേവനെന്നുള്ള ആ ഒരു ഭാവത്തിൽ നിലനിൽക്കണം. അങ്ങനെ ആധിപത്യത്തിന് വേണ്ടി നടന്ന 20-ാം നൂറ്റാണ്ടിലെ മൂന്നാമത്തെ യുദ്ധമായിട്ടാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളും നേതൃത്വം കൊടുത്ത ഈ ശീതസമരത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇതിന് കാരണങ്ങളുണ്ട്. എന്തെല്ലാമായിരുന്നു ശീതസമരത്തിൻ്റെ കാരണങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം, അല്ലേ? ശീതസമരത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തോടുള്ളൊരു ഭീതിയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് കമ്മ്യൂണിസത്തോട് ഒരു ഭീതിയുണ്ടായി എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരാശയം എന്ന് വെച്ചാൽ തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. തൊഴിലാളികളുടെ ഇടയിൽ മുതലാളിത്ത വ്യവസ്ഥിതിയോടുള്ള വിദ്വേഷവും വെറുപ്പും കുത്തിവെച്ചുകൊണ്ട് വളർന്നൊരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതായത് മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമില്ലാതെ ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരേപോലെ കണക്കാക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയാണ് വേണ്ടതെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി വർഗ്ഗങ്ങളുടെ ഇടയിൽ മുതലാളിത്തത്തിനോടും മുതലാളിത്ത വ്യവസ്ഥിതിയോടുമുള്ള അമർഷവും വെറുപ്പും കുത്തിവെപ്പിച്ചുകൊണ്ട് വളർന്ന പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുതലാളിത്ത രാജ്യങ്ങളിൽ ശരിക്കും ഭയം സൃഷ്ടിച്ചു. അത് തന്നെയാണ് മുതലാളിത്ത രാജ്യങ്ങളുടെ നെടും തൂണായ അപ്പോസ്തലനായ അമേരിക്കയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട ശൈലിയായ സോഷ്യലിസത്തിനെതിരെ ഒരു ചേരി രൂപപ്പെടുന്നതിനുള്ള കാരണം. പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ മുറുകെ പിടിച്ചിരുന്നത് കമ്മ്യൂണിസം അല്ലായിരുന്നു. അവർ മുറുകെ പിടിച്ചെന്തായിരുന്നു? ക്യാപിറ്റലിസം ആയിരുന്നു. അതുകൊണ്ട് തന്നെ മുതലാളിത്തത്തെ മുറുകെ പിടിച്ചിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയെ ഒരുതരം ഭയപ്പാടോടുകൂടി മാത്രമാണ് നോക്കിക്കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കമ്മ്യൂണിസം വരുമോ? കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യങ്ങളിലുള്ള വ്യവസായങ്ങൾ നഷ്ടപ്പെടുമോ? ഞങ്ങളുടെ രാജ്യങ്ങളിലുള്ള സ്വത്തവകാശം നഷ്ടപ്പെടുമോ? ഇത്രയും കാലം ഞങ്ങൾ സമ്പാദിച്ചു വച്ചതൊക്കെയും വീതം വയ്ക്കപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് ഈ രാജ്യങ്ങൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ ഒതുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. 1918 റഷ്യയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ സഹായിക്കുന്നതിനായിട്ട് മുതലാളിത്ത രാജ്യങ്ങൾ സാർ നിക്കോളാസ് രണ്ടാമന് വേണ്ടി സൈന്യത്തെ അയച്ചുകൊടുത്ത ചരിത്രമൊക്കെ ഈ കാലയളവിൽ ഉണ്ടായിരുന്നു. നമുക്ക് പലർക്കും അതറിയാമായിരുന്നു. 1933 വരെയുള്ളൊരു കാലഘട്ടങ്ങളിൽ സോവിയറ്റ് യൂണിയനെ അംഗീകരിക്കുവാൻ പോലും പല പാശ്ചാത്യ രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, 1933 ദ ഗ്രേറ്റ് ഗ്ലോബൽ എക്കണോമിക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായതും ലോകരാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായതും. അപ്പോഴും ആ സാമ്പത്തിക മാന്ദ്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് സാമ്പത്തിക മാന്ദ്യത്തിന് അടിപ്പെടാതെ നിന്നത് ഒരേയൊരു രാഷ്ട്രം മാത്രമായിരുന്നു. ആ രാജ്യത്തിൻ്റെ പേരായിരുന്നു സോവിയറ്റ് യൂണിയൻ. ആ അതിജീവനത്തിന് സോവിയറ്റ് യൂണിയനെ സഹായിച്ചത് ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന അവരുടെ ലീഡർ അണിയിച്ചൊരുക്കിയ പഞ്ചവത്സര പദ്ധതികളെന്ന് പറയുന്നൊരു ആശയമായിരുന്നു. ഈ പഞ്ചവത്സര പദ്ധതികളെന്ന ആശയം ഏതൊരു സാമ്പത്തിക മാന്ദ്യത്തെയും മറികടക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ, ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ എല്ലാവിധ കൃഷി വ്യവസായ സാമഗ്രികളും കൊണ്ടുവരുന്ന രീതിയിൽ ഒരു പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചു പോയതിന് പിന്നിലും 1933 ഈ സാമ്പത്തിക മാന്ദ്യത്തെ മറികടന്ന ജോസഫ് സ്റ്റാലിൻ്റെ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയമാണ്. 1933 മുതലാണ് സോവിയറ്റ് യൂണിയനെ പല രാജ്യങ്ങളും ഇവർ കൊള്ളാലോ എന്ന ചിന്താഗതിയിൽ അംഗീകരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ജർമ്മനിയുടെ ചാൻസലറായിരുന്ന വ്യക്തി അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ അപ്രമാദിത്വ കാലഘട്ടമാണ് 1930കളും 40കളുടെ ആദ്യ പകുതിയും. ലോകം പേടിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പടയോട്ടം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനെ എതിരാക്കി തിരിച്ചു വിടുവാൻ പോലും ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രമിക്കുകയുണ്ടായി. എന്നാലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനുമായിട്ട് സഖ്യമുണ്ടാക്കുവാൻ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ നിർബന്ധിതമായി. കാരണം മറ്റൊന്നുമല്ല, അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിലുള്ള ജർമ്മനി ഓപ്പറേഷൻ ബാർബോസ എന്ന പേരിൽ ഫ്രാൻസിനെ കയറി ആക്രമിച്ചു. ഓപ്പറേഷൻ ബാർബോസ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതാണ്, അല്ലേ? ഓപ്പറേഷൻ ബാർബോസ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതാണ്. അതേപോലെ ഓപ്പറേഷൻ സീ ലയൺ എന്ന പേരിൽ ഇവർ കയറി ആരെയും ആക്രമിച്ചു? ബ്രിട്ടനെയും ആക്രമിച്ചു. അങ്ങനെ ബ്രിട്ടനെയും സോവിയറ്റ് യൂണിയനെയും ഫ്രാൻസിനെയും എല്ലാം ആക്രമിച്ചുകൊണ്ട് യൂറോപ്പിൽ ഞങ്ങളാണ് ഏറ്റവും കേമന്മാരെന്ന് വരുത്തി തീർക്കുവാനുള്ള അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ശ്രമങ്ങളെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ
ക്യാപിറ്റലിസം, കമ്മ്യൂണിസം ഇങ്ങനെയുള്ള വിഭാഗീയ ചിന്താഗതികൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധ്യമാവുകയെന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനുമായിട്ട് സഖ്യമുണ്ടാക്കുവാനായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളും അവരുമായിട്ട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് സോവിയറ്റ് യൂണിയനും നിർബന്ധിതരായി. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്ന ഒരു നയമായിരുന്നു ഈ കാലയളവിൽ സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ സ്വീകരിച്ചത്. എങ്കിലും അവർക്കിടയിൽ ചിലപ്പോൾ സംശയങ്ങളും ഭിന്നതകളുമെല്ലാം തീക്ഷ്ണമായിട്ട് നിലനിന്നിരുന്നു. ഈ കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിനുണ്ടായ വളർച്ച, അതേപോലെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ നേടിയൊരു വിജയം, ഇതെല്ലാം ഈ ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടുന്ന ആ ഒരു ക്യാപിറ്റലിസ്റ്റ് ശക്തികൾക്ക് അത്രത്തോളം രസിക്കുന്ന സംഭവങ്ങളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചുവെങ്കിലും പരസ്പരം വളർച്ചയിൽ ഭീഷണി തോന്നിത്തുടങ്ങിയ കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്തു? ഒരു കുരിശ് യുദ്ധം തന്നെ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റ് മുതലാളിത്ത രാജ്യങ്ങളെയും ഇവരോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. മുതലാളിത്തവും സോഷ്യലിസവും ഒത്തുപോവുകയില്ലെന്ന് വിശ്വസിച്ചിരുന്ന സോവിയറ്റ് യൂണിയനും ഇതിനെ ചെറുക്കുവാനായിട്ട് തയ്യാറായതോടുകൂടി എന്താണ്, മുതലാളിത്തത്തെ ചെറുക്കുവാൻ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു ചേരിയും ഈ സോഷ്യലിസം കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയങ്ങളെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ മറുവശത്തും അണിചേർന്നു കഴിഞ്ഞപ്പോൾ ആശയപരമായിട്ടുള്ള ഒരു യുദ്ധം സംജാതമായി. ഇങ്ങനെ സംജാതമായ ഈ യുദ്ധത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോൾഡ് വാർ അഥവാ ശീത സമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലുള്ള ആശയപരമായ യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ വാറായിരുന്നു ശീതസമരം എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ പറയുന്ന കോൾഡ് വാർ എന്ന് മുതൽ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ 1917 റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ് ശീതസമരം ആരംഭിച്ചതെങ്കിലും രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലത്താണ് ഇത് ശക്തി പ്രാപിച്ചത്. 1917 റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ് ശീതസമരം ആരംഭിച്ചതെങ്കിലും രണ്ടാം ലോക മഹായുദ്ധാനന്തരമായിട്ടാണ് ഇത് ശക്തി പ്രാപിച്ചത്. ജർമ്മനിയുടെ പ്രശ്നവും അതേപോലെ കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റവും ഗ്രീസിൽ നടന്ന ആഭ്യന്തര യുദ്ധങ്ങളുമെല്ലാം ഈ പറയുന്ന ശീതസമരത്തെ ത്വരിതപ്പെടുത്തിയ സംഭവ വികാസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ശീതസമരം എന്താണെന്നും എങ്ങനെയാണെന്നും ജനങ്ങൾക്ക് പൊതുവെ അറിവില്ലാതിരുന്ന കാലഘട്ടത്തിൽ ശീതസമരത്തെക്കുറിച്ച് ആദ്യത്തെ വെടിപൊട്ടിച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ ഒരു പ്രഭാഷണം നടത്തി. അമേരിക്കയിലെ ഫുൾട്ടൺ സർവകലാശാലയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിനൊരു പേരുണ്ട്. ആ പേരാണ് ദ ഫേമസ് അയൺ കർട്ടൺ സ്പീച്ച് അഥവാ ഇരുമ്പുമറ പ്രസംഗം അല്ലെങ്കിൽ ഇരുമ്പുമറ പ്രഭാഷണം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കയും ബ്രിട്ടനും ഒന്നിക്കണമെന്നുള്ള നിർദ്ദേശം ഈ ഒരു പ്രസംഗത്തിലാണ് ആര് മുന്നോട്ട് വയ്ക്കുന്നത്? വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ഒരേയൊരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അമേരിക്കയും ബ്രിട്ടനും സോവിയറ്റ് യൂണിയനെതിരെ ഒന്നിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ പറയുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾട്ടൺ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ അയൺ കർട്ടൺ സ്പീച്ചിലാണ് ഇദ്ദേഹം ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ചർച്ചിലിൻ്റെ നിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചിലിൻ്റെ ആ നിർദ്ദേശങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അമേരിക്ക ഈ പറയുന്ന കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുക അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ അടക്കി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂട്ടിയിട്ട് ഒരു പോളിസി രൂപീകരിച്ചു. ആ പോളിസിയാണ് ദ പോളിസി ഓഫ് കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുന്ന പോളിസി, ഒതുക്കി നിർത്തൽ നയം എന്ന് പറയുന്നൊരു പോളിസി. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മുതലാളിത്ത രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഈ പറയുന്ന പോളിസി ഓഫ് കണ്ടെയ്ൻമെൻറ്റ് എന്ന പോളിസിക്ക് പിന്തുണ നൽകി. അതേപോലെ സാമ്പത്തിക സൈനിക തലങ്ങളിലേക്ക് ചില പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനത്തെ ചെറുക്കുന്നതിനായിട്ട് അമേരിക്കയും ബ്രിട്ടീഷുകാരും ഒരു കരാറുകൾ പലതും ഉണ്ടാക്കുകയും ചെയ്തു. അത്തരത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ആ ഒരു കൂട്ടായ്മയാണ് വേണമെങ്കിൽ ഈ കോൾഡ് വാറിനെ കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. ഇതിന് സവിശേഷതകൾ പലതുണ്ട്. ശീതസമരത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? ശീതസമരം എന്ന് പറയുന്നത് ഒരു സൈദ്ധാന്തിക നയതന്ത്ര സമരമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലേ? ശീതസമരം എന്ന് പറയുന്നത് ഒരു സൈദ്ധാന്തിക നയതന്ത്രമായിരുന്നു നമുക്ക് പറയാൻ പറ്റും, അല്ലേ? സൈദ്ധാന്തികവും മാനസികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലകളിലൊക്കെ ഈ പറയുന്ന ശീതസമരം നടക്കുകയുണ്ടായി, അല്ലേ? സൈദ്ധാന്തികവും മാനസികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലകളിലൊക്കെ ശീതസമരം നടക്കുകയുണ്ടായി എന്ന് നമുക്ക് ഉറപ്പാണ്, അല്ലേ? അതുപോലെ പ്രചരണമായിരുന്നു ശീതസമരത്തിൻ്റെ മുഖ്യ ആയുധമെന്ന് നമുക്കറിയാമല്ലേ? പ്രചരണം, എന്ത് പ്രചരണമായിരുന്നു ശീതസമരത്തിൻ്റെ മുഖ്യ ആയുധമെന്ന് ചോദിച്ചാൽ ആശയങ്ങളുടെ പ്രചരണമായിരുന്നു ശീതസമരത്തിൻ്റെ മുഖ്യ ആയുധമായിട്ട് എടുക്കുന്നത്, അല്ലേ? പ്രതിയോഗിയെ അപകീർത്തിപ്പെടുത്തുക, തങ്ങളുടെ ശാക്തിക ചേരികളിലേക്ക് ആകർഷിക്കുക മുതലായ പ്രചരണ തന്ത്രങ്ങളാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടതെന്ന് നമുക്കറിവുള്ള കാര്യമാണ്.
അതേപോലെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുക, അല്ലെ, സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുക, പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കുക. അവയുടെ രൂപീകരണം മാത്രമല്ല, അവയുടെ വ്യാപനം, ഇതെല്ലാം എന്തിന് കാരണമായി? ശീതസമരം എന്നുള്ള സമരം ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് എത്തിപ്പെടുന്നതിന് കാരണമാവുകയാണ്. അപ്പോൾ സൈനിക സഖ്യങ്ങളും പ്രാദേശിക സംഘടനകളും രൂപീകരിച്ചുകൊണ്ട് ശീതസമരം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ ആയുധ മത്സരങ്ങളുണ്ടായി. പുത്തനായുധങ്ങളുടെ വികസനവും ശീതസമരത്തിന് മുഖ്യ സവിശേഷത തന്നെയായിരുന്നു. 1945 ഓഗസ്റ്റ് മാസം 6-നും ഓഗസ്റ്റ് മാസം 9-നുമായിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വർഷിച്ച ആറ്റം ബോംബ് എന്ന് പറയുന്നത് അക്കാലത്ത് അമേരിക്കയുടെ കൈവശം മാത്രം ഉണ്ടായിരുന്നൊരു ബോംബാണ്. അതോടുകൂടി കൂടുതൽ വിനാശകാരികളായിട്ടുള്ള ആയുധങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം അവിടെയുണ്ടായി. അങ്ങനെ ആയുധ പന്തയങ്ങൾ അവിടെയുണ്ടായി. ഈ ആയുധ പന്തയങ്ങൾക്ക് പുറമെ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതിന് മത്സരമുണ്ടായി. അങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പോലും കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സംഭാവനകൾ നൽകുവാനായിട്ട് ഈ പറയുന്ന ശീതസമരത്തിന് കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ബാഹ്യാകാശ രംഗത്തേക്ക്, ബഹിരാകാശ രംഗത്തേക്ക് സോവിയറ്റ് യൂണിയൻ്റെ റോസ്കോസ്മോസ് എന്ന് പറയുന്ന ഏജൻസിയും അമേരിക്കയുടെ നാസ എന്ന് പറയുന്ന ഏജൻസിയും നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കണ്ടെത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. നമുക്ക് അറിവുള്ള കാര്യം തന്നെയാണ് ഇതെല്ലാം, അല്ലേ? അതേപോലെ ഈ ആയുധ മത്സരവും പുത്തനായുധങ്ങളുടെ വികസനവും എല്ലാം ശീതസമരത്തിൻ്റെ മുഖ്യ സവിശേഷത തന്നെയായിരുന്നു നമുക്കറിയാം, അല്ലേ? ശീതസമരത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് എന്താണ്? പലപ്പോഴും തർക്ക വിഷയം തന്നെയാണ്. ശീതസമരത്തിൻ്റെ ഉത്തരവാദികൾ റഷ്യക്കാരാണെന്ന് അമേരിക്കൻ ചരിത്രകാരന്മാർ പറയുമ്പോൾ അതല്ല, ശീതസമരത്തിൻ്റെ യഥാർത്ഥ വക്താക്കൾ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളാണ് എന്ന് റഷ്യക്കാർ തിരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ആരോപിക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധാനന്തര കാലത്ത് റഷ്യ നടത്തിയ ഒരു വ്യാപനവും ആക്രമണത്തിനുമെതിരെ അമേരിക്ക പ്രതികരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അവർ വാദിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം 1945 കഴിഞ്ഞപ്പോൾ പുതിയതായിട്ട് സ്വാതന്ത്ര്യം നേടുന്ന രാഷ്ട്രങ്ങളെ സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ നടത്തിയ പരിശ്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുകയും തന്മൂലമാണ് ഈ പറയുന്ന ശീതസമരം ഉണ്ടായത് എന്നുമാണ് അമേരിക്കയുടെ ചരിത്രകാരന്മാർ കൂടുതലും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ വളർച്ചയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ കാട്ടിക്കൂട്ടിയ കമ്മ്യൂണിസ്റ്റ് വിഭ്രാന്തിയാണ് ശീതസമരത്തിൻ്റെ കാരണമെന്ന് റഷ്യക്കാരും തിരിച്ചു വാദിക്കുന്നു. അതായത് ശീതസമരം എന്നുള്ളത് തുടങ്ങാൻ കാരണം ആര് എന്നതിൻ്റെ ഉത്തരവാദിത്വം അങ്ങുമിങ്ങും തലയിൽ ചാർത്തിക്കൊടുക്കുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാരും. കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയെ തടഞ്ഞു നിർത്തുവാൻ അമേരിക്ക എടുത്ത നടപടികളെ പ്രതിരോധിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് സോവിയറ്റ് യൂണിയനും എന്ത് ചെയ്തു? അവരും അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അതായത് ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല, അവർ ചെയ്തതിനെ തടയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പരസ്പരം പഴിചാരി നിൽക്കുന്നൊരു നയം മാത്രമായിട്ട് എന്ത് മാറ്റപ്പെടുകയാണ്? ഈ പറയുന്ന കോൾഡ് വാറിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചർച്ചകളും മാറ്റപ്പെടുകയായിരുന്നു. അതേപോലെ തന്നെ എന്തായിരിക്കാം, എന്ത് നയമാണ് ഇവിടെ ഉണ്ടായെന്ന് നോക്കണം, അല്ലേ? ശീതയുദ്ധത്തിലേക്ക് നയിച്ച നയങ്ങൾ എന്തായിരുന്നു? അതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റ് വാർ ഡിപ്ലോമസി എന്നാണ് പറയുന്നത്. പോസ്റ്റ് വാർ ഡിപ്ലോമസി. എന്താണ് പോസ്റ്റ് വാർ ഡിപ്ലോമസി? യുദ്ധാനന്തരമുള്ള നയതന്ത്രത്തിനെയാണ് നമ്മൾ പോസ്റ്റ് വാർ ഡിപ്ലോമസി എന്ന് വിളിക്കുന്നത്. അതായത് 1917 ഒരു വിപ്ലവം അവിടെ ഉണ്ടായി. ആ വിപ്ലവത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബോൾഷെവിക് വിപ്ലവം എന്നാണ്. ബോൾഷെവിക് എന്ന് പറയുന്നത് ആര് എന്ന് നമ്മൾ റഷ്യൻ വിപ്ലവം പഠിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് വ്ളാഡിമർ ലെനിൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അല്ലെ, വ്ളാഡിമർ ഇല്യാനോവിച്ച് ഉല്യാനോവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ആളുകളെയാണ് നമ്മൾ ബോൾഷെവിക്കുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഭൂരിപക്ഷ കമ്മ്യൂണിസ്റ്റുകൾ, അവരാണ് ബോൾഷെവിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അവരറിയപ്പെടുന്നത് മെൻഷെവിക്കുകൾ അഥവാ അതിതീവ്ര നിലപാടുകളുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് മെൻഷെവിക്കുകൾ അറിയപ്പെടുന്നത്. ബോൾഷെവിക്കുകളുടെ നേതാവ് ലെനിൻ ആയിരുന്നുവെങ്കിൽ മെൻഷെവിക്കുകൾക്കും ഉണ്ടായിരുന്നു ഒരു ലീഡർ. ആ ലീഡറുടെ പേരായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയുന്നത്. അപ്പോൾ 1917 സംഭവിച്ച മാറ്റം എന്ത് എന്ന് ചോദിച്ചാൽ റഷ്യയിൽ കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഭരണം എന്ന് പറയുന്നത് നിലച്ചു. സാർ ചക്രവർത്തിമാർ അഥവാ റൊമാനോവ് രാജവംശം ഭരിച്ചുകൊണ്ടിരുന്ന സാർ നിക്കോളാസ് രണ്ടാമൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എന്ന് പറയുന്നത് അവിടെ നിന്നും മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെട്ടു.
തൽസ്ഥാനത്ത് പുതിയൊരു ഭരണകൂടം വന്നു. ആ ഭരണകൂടമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസത്തോട് എതിർപ്പുണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റ് ശക്തികൾക്ക് ഈ ഭരണകൂടത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അനുവദിക്കുക എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1917 ബോൾഷെവിക്ക് വിപ്ലവത്തിന് ശേഷം ഈ സോവിയറ്റ് യൂണിയനെ സ്വസ്ഥമായിരിക്കുവാനായിട്ട് പാശ്ചാത്യ ശക്തികൾ ആരും തന്നെ സമ്മതിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. എന്നാലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നൊരു നയം പൊതുവായിട്ട് സ്വീകരിച്ചതുകൊണ്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും കൈയോട് കൈചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഫാസിസ്റ്റ് ശക്തിയായിട്ടുള്ള ജർമ്മനിയെ അറ്റാക്ക് ചെയ്ത് ജർമ്മനിയെ പരാജയപ്പെടുത്തി. അങ്ങനെ ശത്രു പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തായി? ഇവർ വീണ്ടും പരസ്പരം കലഹിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതായിരുന്നു പോസ്റ്റ് വാർ ഡിപ്ലോമസി എന്ന് പറയുന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേധാവിത്വം ലോകത്തിനു മേൽ സ്ഥാപിക്കുന്നതിനുള്ള ഒരു നയതന്ത്രമായിട്ടാണ് യുദ്ധാനന്തര കാലത്ത് ആ രാജ്യം പിന്തുടർന്നത്. അതായത് ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് വളരെ മികച്ചൊരു നയമാണെന്ന്, ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൂടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നുള്ള ചിന്ത മറ്റുള്ള രാജ്യങ്ങൾക്ക് തോന്നിപ്പിച്ചുകൊണ്ടുന്ന ഒരു നയമാണ് അമേരിക്ക വന്നത്. അതായത് നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ട് അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കെന്തുണ്ടാവും? അന്നം തരുന്നവനോടൊരു വിധേയത്വം ഉണ്ടാകും. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഭക്ഷണം പദാർത്ഥങ്ങൾ നൽകിക്കൊണ്ട് സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ടും ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്തു? അവരുടെ മേധാവിത്വം ലോകരാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനായിട്ടാണ് നോക്കിയത്. അതായത് പഴയകാലത്ത് ബ്രിട്ടീഷുകാർ കോളനിവൽക്കരണത്തിലൂടെ ബലപ്രയോഗത്തിലൂടെയൊക്കെയാണ് ഈ പറയുന്ന കോളനികളെ കൂടെ കൂട്ടുവാൻ നോക്കിയതെങ്കിൽ അമേരിക്ക മാർക്കറ്റ് പിടിക്കുവാൻ ഉപയോഗിച്ച തന്ത്രം എന്താണ്? കോളനികൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ നൊളിപ്പലഹാരങ്ങൾ കൊടുക്കുന്ന പോലെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ കൂട്ടത്തിൽ നിർത്തുക എന്നൊരു നയമായിരുന്നു പിന്തുടർന്നത് കേട്ടോ. അതേപോലെ അമേരിക്കയും അതിൻ്റെ പശ്ചിമ യൂറോപ്യൻ സഖ്യരാജ്യങ്ങളും ഇതേ സമയത്തൊരു പേടിയവർക്കുണ്ടായി. കാര്യം സോവിയറ്റ് യൂണിയൻ വളർന്നു. സോവിയറ്റ് യൂണിയൻ വളരുക മാത്രമല്ല, ഈ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സോവിയറ്റ് യൂണിയൻ ഉള്ളത്. അതുകൊണ്ട് ഈ സോവിയറ്റ് യൂണിയൻ്റെ ചുറ്റും കിടക്കുന്ന കുറച്ച് രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഇവരുടെ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ എന്താണ് ഒരു ഗ്രൂപ്പാക്കി മാറ്റുവാനായിട്ടൊരു ശ്രമം നടത്തി. അതോടുകൂടി സോവിയറ്റ് യൂണിയനെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും എന്ത് ചെയ്യുകയാണ്? ഈ ക്യാപിറ്റലിസ്റ്റ്, നമ്മളിവിടെ അമേരിക്ക എന്നൊരു പേര് പറയണം, അമേരിക്കയല്ല ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങൾ, അതായത് മുതലാളിത്ത രാജ്യങ്ങൾ, അവരുടെ ലീഡർ അമേരിക്ക ആയതുകൊണ്ടാണ് ഈ അമേരിക്ക എന്ന് ഇവിടെ നമ്മൾ പറയുന്നതും. അതേപോലെ സോവിയറ്റ് യൂണിയനെ ഒറ്റപ്പെടുത്താനല്ല നോക്കുന്നത്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ വിശാലമായൊരു കൂട്ടായ്മയെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സോവിയറ്റ് യൂണിയൻ എന്നും പറയുന്നു. അല്ലാതെ സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ തമ്മിൽ ഇടി ഉണ്ടാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം അങ്ങനെ എന്താണ്? ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ഒതുക്കൽ നയങ്ങളാണ് ഈ പറയുന്ന എന്തായിട്ട് മാറ്റപ്പെട്ടത്? നമ്മുടെ ശീതസമരമായിട്ട് മാറ്റപ്പെട്ടത്. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ എന്താണ്? ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ എവിടെ തന്നെ ഒതുക്കാൻ തീരുമാനിച്ചു? കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ സോവിയറ്റ് യൂണിയൻ്റെ അതിർത്തിക്കുള്ളിൽ തന്നെ ഒതുക്കി നിർത്താനായിട്ട് ആര് പരിശ്രമിക്കുകയാണ്? ഈ പറയുന്ന അമേരിക്ക പരിശ്രമിച്ചു. എന്നാൽ സോവിയറ്റ് യൂണിയനോ ഈ അതിർത്തികൾ ഭേദിച്ച് പുറം ലോകത്തെത്തുവാനായിട്ട് അവരും എന്ത് ചെയ്യുകയാണ്? താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ സഖ്യരാജ്യങ്ങൾ വികസിക്കാതിരിക്കാനും അതേപോലെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ മാത്രമായിട്ട് കമ്മ്യൂണിസം ഒതുങ്ങി നിർത്തുവാനും മുതലാളിത്ത ശക്തികൾ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ അതിനെ ചെറുക്കുവാനും തീരുമാനിച്ചു. റഷ്യയുടെ മേധാവിത്വത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന കിഴക്കേ യൂറോപ്പിലുള്ള രാജ്യങ്ങളെ അമേരിക്ക സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ ഒരു പാർട്ടിയുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവായ ജോൺ ഫോസ്റ്റർ ഡീസ് എന്ത് ചെയ്തു? ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹമാണ് കനത്ത തിരിച്ചടി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ തന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. അതായത് കനത്ത തിരിച്ചടി എന്ന് പറയുന്നത് ഞങ്ങൾ നൽകും, അതായത് ഞങ്ങളുടെ കൂടെയുള്ള ഈ ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ട് റഷ്യ ഏതെങ്കിലും നയവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകുമെന്ന് പറയുന്നൊരു നയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഈ പറയുന്ന ജോൺ ഫോസ്റ്റർ ഡീസ് എന്ന് പറയുന്ന വക്താവ്. അതേപോലെ ഇൻഡോ ചൈനയിലും മറ്റും അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇൻഡോ ചൈനയിലും മറ്റും ഈ നയം അമേരിക്ക കമ്മ്യൂണിസ്റ്റുകാരെ അമർച്ച ചെയ്യുന്നതിനായിട്ട് ഉപയോഗിച്ചു വന്നൊരു നയമായിരുന്നു ഇൻഡോ ചൈന. ഇൻഡോ ചൈന നമുക്കറിയാം, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാമിനെയാണ് ഇൻഡോ ചൈനയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലേ. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ എന്തറിയാം? കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ആവിഷ്കരിച്ചൊരു സാമ്പത്തിക തന്ത്രമുണ്ട് അമേരിക്ക ആവിഷ്കരിച്ചൊരു സാമ്പത്തിക തന്ത്രമാണ് മാർഷൽ പദ്ധതി എന്ന് പറയും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മാർഷൽ പദ്ധതി എന്താണ്? ഒരല്പം മുമ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്? സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് എന്ത് ചെയ്യുക? സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങളോടൊപ്പം നിർത്താനായിട്ട് അമേരിക്കയുടെ ശ്രമം ഉണ്ടായി എന്ത് ശ്രമമാണ് അവർ നടത്തിയത്? സാമ്പത്തികമായിട്ട് സഹായം നൽകുക, അതായത് ഭക്ഷണമായിട്ട് നൽകുക, അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള വായ്പകളായിട്ട് നൽകുക. ഇങ്ങനെ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഈ പശ്ചിമ യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കാം? സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം യൂറോപ്പിലാണ് കിടക്കുന്നത്. ആ സോവിയറ്റ് യൂണിയനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളെ അമേരിക്ക മുതലാളിത്ത രാജ്യങ്ങളോടൊപ്പം നിർത്തുവാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയതാണ് നമ്മളീ പറഞ്ഞ മാർഷൽ പദ്ധതി. അതായത് കാശ് കൊടുത്ത് കുറേ ആൾക്കാർ എന്ത് ചെയ്യുക?
നമ്മളാണെങ്കിലും ചെയ്യുന്നില്ല. ഇച്ചിരി കള്ള് മേടിച്ചു കൊടുത്താണെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുത്താണെങ്കിലും കുറച്ച് ആൾക്കാരെ നമ്മളുടെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നത് പോലത്തെ ഒരു തന്ത്രമാണ് ഈ അമേരിക്ക നടത്തിയൊരു തന്ത്രം. ഇതിനെയാണ് മാർഷൽ പദ്ധതി എന്ന് വിളിക്കുന്നത്, അല്ലേ? അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന അല്ലേ ജനറൽ മാർഷൽ, അല്ലേ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജനറൽ മാർഷലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? മാർഷൽ പദ്ധതി എന്ന് വിളിക്കുന്നത്, അല്ലേ? പശ്ചിമ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിനായിട്ട് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് മാർഷൽ പദ്ധതി. ഈ സാമ്പത്തിക സഹായം നൽകുന്നത് അമേരിക്കയായിരിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയനെതിരായിട്ടൊരു പുതിയ സൈനിക സഖ്യമൊക്കെ നിലവിൽ വരികയാണ്. ഈ സൈനിക സഖ്യത്തെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? നാറ്റോ എന്ന് വിളിക്കുന്നത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ ഈ പറയുന്ന വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ രൂപീകരിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുകയും അവർ അതിൽ വിജയിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ അത് പ്രത്യേകമായിട്ടൊരു ഗ്രൂപ്പായി മാറിയപ്പോൾ അവിടെയും ഒരു സൈനിക സഖ്യങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ ശീതസമരം എന്ന് പറയുന്ന പ്രക്രിയ എന്ത് ചെയ്യുകയാണ്? ത്വരിതപ്പെടുത്തി. അതേപോലെ തന്നെ പല പല സൈനിക സഖ്യങ്ങളുടെയും രൂപീകരണത്തിന് വഴിവെക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സൈനിക സഖ്യങ്ങളെക്കുറിച്ചും സൈനിക ഉടമ്പടികളെക്കുറിച്ചുമാണ്, അല്ലേ? അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സൈനിക സഖ്യത്തെക്കുറിച്ചും സൈനിക ഉടമ്പടിയെക്കുറിച്ചുമാണ് നമ്മൾ ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ശീതസമരത്തിൻ്റെ ഒരു സ്വാഭാവിക ഫലം എന്ന് മാത്രമാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുക. ഈ സൈനിക ചേരികളുടെ രൂപീകരണത്തെപ്പറ്റി, അല്ലെങ്കിൽ സൈനിക ചേരികളുടെ ആ ഒരു രൂപീകരണത്തെയും സഖ്യങ്ങളുടെയും രൂപീകരണത്തെപ്പറ്റി നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്, കേട്ടോ. ഇനി സോവിയറ്റ് യൂണിയനും അതേപോലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അല്ലേ? സോവിയറ്റ് യൂണിയനും മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും ഇവർക്കെതിരെ സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ ക്യാപിറ്റലിസ്റ്റ് കൺട്രികൾ എല്ലാം കൂടി സംയോജിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് അമേരിക്കയാണ്. അങ്ങനെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ മുതലാളിത്ത ചേരി സോവിയറ്റ് യൂണിയനെതിരായിട്ട് സൈനിക സഖ്യം സംഘടിപ്പിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ വെറുതെ ഇരിക്കുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? അവർ തിരികെ ഈ പറയുന്ന അമേരിക്കക്കെതിരായിട്ട് സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാനായിട്ട് എന്ത് ചെയ്യും? സംഘടിക്കും. അങ്ങനെ പരസ്പരം സൈനിക സഖ്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, സൈനിക സഖ്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് ശാക്തിക ചേരികളും പരസ്പര വിദ്വേഷത്തോടുകൂടി നിന്ന് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഏത് സന്ദർഭത്തിൽ വേണമെങ്കിലും സംഭവിക്കാം. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും ഈ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് തുടക്കമിട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് മുതലാളിത്ത രാജ്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം 1947 രൂപീകരിക്കപ്പെട്ട ഒരു ഉടമ്പടിയുണ്ട്, അല്ലേ? ഡൺകിർക്ക് എന്നാണ് ഈ ഉടമ്പടിയുടെ പേര്. ഈ ഡൺകിർക്ക് ഉടമ്പടി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അത് ഫ്രാൻസും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയാണ് ഡൺകിർക്ക് എന്ന് പറഞ്ഞൊരു ഉടമ്പടി. കാര്യം മറ്റൊന്നുമല്ല, ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തെ കീഴടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം പശ്ചിമ ജർമ്മനി എന്ന് പേരിട്ടുകൊണ്ട് സോവിയറ്റ് യൂണിയനോട് താല്പര്യമുള്ള ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനോട് താല്പര്യമുള്ളൊരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചിമ ജർമ്മനിയല്ല, പൂർവ്വ ജർമ്മനി, കിഴക്കൻ ജർമ്മനി. ആ കിഴക്കൻ ജർമ്മനി ആവട്ടെ ഈ ജർമ്മനിയെ രണ്ടാക്കി വിഭജിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം ജർമ്മനിയെ പരാജയപ്പെടുത്തിയത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ കിഴക്കൻ ഭാഗം പൂർവ്വ ജർമ്മനി എന്നും പടിഞ്ഞാറൻ ഭാഗം പശ്ചിമ ജർമ്മനി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ പശ്ചിമ ജർമ്മനി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു താല്പര്യത്തിന് നിൽക്കുന്ന ജർമ്മനിയായിരുന്നു. അപ്പോൾ ഈ രണ്ട് ജർമ്മനിയും രണ്ട് ആശയങ്ങളായതുകൊണ്ട് തന്നെ ഈ രണ്ട് ജർമ്മനികളെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ പലപ്പോഴും എന്താണ് യുദ്ധത്തിൻ്റെ വക്കോളം എത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, കേട്ടോ. അപ്പോൾ ഇത് ഏത് സമയത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെടാം, അങ്ങനെയാണെങ്കിൽ തങ്ങളെ സഹായിക്കാൻ ആര് എന്ന ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ശാക്തി ചേരികളും എന്ത് ചെയ്തു? പരസ്പരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അവൻ എന്നെ വന്ന് തല്ലിയാൽ നീ എൻ്റെ കൂടെ ഉണ്ടാവണം, ഇനി നിന്നെയാണ് അവൻ വന്ന് തല്ലുന്നതെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് രൂപീകരിക്കുന്ന ഒരു സഖ്യം. അതാണ് ഈ സൈനിക സഖ്യം എന്ന് പറയുന്നത്. ഈ സൈനിക സഖ്യങ്ങളാണ് പിന്നീട് നാറ്റോ എന്നും സീറ്റോ എന്നും സെൻറ്റോ എന്നും വാഴ്സ എന്നുമൊക്കെ അറിയപ്പെടുന്ന ആ നിരവധി സൈനിക ഉടമ്പടികൾക്ക് കാരണമായി മാറിയത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു സൈനിക ഉടമ്പടി അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചുരുക്കി പറയുന്ന പേരാണ് നാറ്റോ എന്ന് പറയും, അല്ലേ? നാറ്റോ. എന്താണ് നാറ്റോ? അപ്പോൾ നാറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പേര് അമേരിക്കയുടെ പേരാണ് പറയുന്നത്, അല്ലേ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കാം? അറ്റ്ലാന്റിക് സമുദ്രത്തെ നമ്മൾ രണ്ടാക്കി തന്നെ തിരിക്കാറുണ്ട്. ഒന്ന് നോർത്ത് അറ്റ്ലാന്റിക്കും മറ്റൊന്ന് സൗത്ത് അറ്റ്ലാന്റിക്കും. ഈ നോർത്ത് അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നതാണ്. ഒന്ന് വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തെയും മറ്റൊന്ന് യൂറോപ്പ് എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തെയുമാണ്. ആ യൂറോപ്പിൻ്റെയും വടക്കേ അമേരിക്കയുടെയും ഇടയിൽ കിടക്കുന്ന കടലാണ് വടക്കൻ അറ്റ്ലാന്റിക് കടൽ എന്ന് പറയുന്നത്. അതേപോലെ തെക്കൻ അറ്റ്ലാന്റിക് ഉണ്ട്, സൗത്ത് അറ്റ്ലാന്റിക് ഉണ്ട്. ഈ സൗത്ത് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത് വീണ്ടും രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നതാണ്. ആ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഒന്ന് സൗത്ത് അമേരിക്കയും മറ്റൊന്ന് ആഫ്രിക്കയുമാണ്. അപ്പോൾ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ആ കടലാണ് സൗത്ത് അറ്റ്ലാന്റിക് കടൽ എന്ന് പറയുന്നത്.
അതേപോലെ യൂറോപ്പിനെയും അമേരിക്ക എന്ന് പറയുന്ന വൻകര, നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞ വൻകര, ഈ നോർത്ത് അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിനെയാണ് നമ്മൾ വിളിക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക്കിൻ്റെ ഇരു കരകളിലുമുള്ള അമേരിക്കൻ രാജ്യങ്ങളും അതേപോലെ തന്നെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ഒത്തുചേർന്ന് കൂട്ടായ്മ ആണ് ഈ നാറ്റോ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെപ്പോഴും അമേരിക്കയുടെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്, അല്ലേ? ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭീഷണിക്കെതിരായിട്ട് അറ്റ്ലാന്റിക് രാഷ്ട്രങ്ങളുടെ ഒരു സൈനിക സഖ്യം രൂപീകരിക്കാൻ മുൻകൈ എടുത്തത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഏണസ്റ്റ് ബെവിനാണ്. നമ്മൾ അമേരിക്കയ്ക്ക് ചാർത്തി കൊടുത്തു, പക്ഷേ അമേരിക്കയല്ല, ഏണസ്റ്റ് ബെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആവട്ടെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി, അതായത് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയുടെ ചാർജുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഈ ഏണസ്റ്റ് ബെവിനാണ്, അല്ലേ? ഈ സോവിയറ്റ് യൂണിയന് ജർമ്മനിയുടെ മേലുള്ളൊരു താല്പര്യം, ജർമ്മനി എന്ന് വെച്ചാൽ കിഴക്കൻ ജർമ്മനി സോവിയറ്റ് യൂണിയൻ്റെ കീഴിലും പടിഞ്ഞാറൻ ജർമ്മനി എന്ന് പറയുന്നത് ഈ പറയുന്ന യൂറോപ്യൻ ടീമിൻ്റെ കീഴിലുമാണ്. അപ്പോൾ ജർമ്മനിയെ ഏകീകരിക്കുവാനായിട്ട് രണ്ട് കൂട്ടരും തമ്മിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ജർമ്മനി എങ്ങനെയാകും, ഏത് രീതിയിലാകും എന്ന ആ ഒരാശങ്ക നിലനിൽക്കുമ്പോൾ സോവിയറ്റ് യൂണിയന് ജർമ്മനിയുടെ മേൽ അമിതമായി ഒരു താല്പര്യമുണ്ട്. അതിലൊരു ആശങ്കയുണ്ടായ ഈ ബെവിൻ എന്ന് പറയുന്ന ഏണസ്റ്റ് ബെവിൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന വ്യക്തി എന്ത് ചെയ്തു? ഈ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ സുരക്ഷിതത്വത്തിനായിട്ട് ഒരു സംഘടന അദ്ദേഹം രൂപീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശമാണ് ഈ പറയുന്ന നാറ്റോയുടെ രൂപീകരണത്തിന് കാരണമായത്. ഈ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഫ്രാൻസ്, ബെനലക്സ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബെനലക്സ് എന്ന് പറഞ്ഞ പേരോർത്താൽ മതി. കാര്യം ബെൽജിയം, നെതർലൻഡ്, ലക്സംബർഗ്, അല്ലെ, ബെൽജിയം, നെതർലൻഡ്, ലക്സംബർഗ് എന്നീ രാജ്യങ്ങളാണ് ബെനലക്സ് രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഫ്രാൻസ്, ബെനലക്സ് രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട്, അല്ലെ, ബ്രിട്ടനുമായിട്ട് ചേർന്നുകൊണ്ട് 1948 മാർച്ചിൽ ബ്രസൽസ് എന്ന് പറയുന്നൊരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയാണ്. ഈ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ സുരക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഉടമ്പടി. ആ ഉടമ്പടിയാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? നാറ്റോ എന്നുള്ള പേരിലേക്ക് മാറ്റപ്പെടുന്നത്, അല്ലേ? പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക ഭദ്രത, അല്ലെ, സാമ്പത്തിക ഭദ്രത, അതേപോലെ തന്നെ എന്താണ് സൈനിക ശേഷി, ഇതൊന്നും ബ്രസൽസിലെ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടനും ഫ്രാൻസും ബെനലക്സ് രാജ്യങ്ങളുമുള്ള ആ ബ്രസൽസ് കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആ ടീമിനെ കൂടി ഉൾപ്പെടുത്താൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ അമേരിക്കയെ കൂടി ഈ കരാറിൽ ഉൾപ്പെടുത്തുന്നുള്ള നീക്കങ്ങൾ നടന്നു. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. നാറ്റോ എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിക്കപ്പെടുന്നത് 1949 മാർച്ചിൽ വാഷിങ്ടണിൽ വെച്ചിട്ട് 12 രാജ്യങ്ങൾ ഒപ്പിട്ടാണ് ഈ നാറ്റോ എന്ന് പറയുന്ന സൈനിക കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നത്, അല്ലേ? ബ്രസൽസ് ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്ക, ഇറ്റലി, പോർച്ചുഗൽ, ഡെൻമാർക്ക്, നോർവേ, ഐസ്ലൻഡ്, കാനഡ എന്നീ രാജ്യങ്ങളും എന്ത് ചെയ്തു? ഇതിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. പിന്നീട് ഗ്രീസും തുർക്കിയും പശ്ചിമ ജർമ്മനിയും കൂടി എന്ത് ചെയ്തു? ഈ പറയുന്ന കൂട്ടായ്മയിലെ അംഗമായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്, അല്ലേ? നാറ്റോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? സത്യമായിട്ടും മുഖ്യമായിട്ടും അതൊരു സൈനിക ഉടമ്പടി തന്നെയാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള യുദ്ധഭീഷണി പ്രധാനമായിട്ടും ചെറുത്ത് തോൽപ്പിക്കണം എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അല്ലേ? ഉത്തരവാദിത്ത നിർവഹണം എന്തിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ഈ പറയുന്ന യുദ്ധഭീഷണിയെ ചെറുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്, അല്ലേ? ഉത്തര അറ്റ്ലാന്റിക് കൗൺസിൽ എന്ന് പറയുന്നതാണ് നാറ്റോ എന്ന് പറയുന്ന ആ ഒരു സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നിർവഹണ ഘടകം എന്ന് പറയുന്നത്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനത്തെ, അല്ലേ, ഏതിൻ്റെ പ്രവർത്തനം? നാറ്റോയുടെ പ്രവർത്തനത്തെ, അല്ലേ, നാറ്റോയുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യണം? സഹായിക്കുന്നതിനായിട്ട് നിരവധി ഏജൻസികളുണ്ട്. മാത്രമല്ല നാറ്റോയ്ക്ക് ഒരു സ്ഥിരം സൈന്യവുമുണ്ട്. നമ്മൾ പത്രങ്ങളെല്ലാം വായിക്കുന്നതാണ്. ഉക്രൈനും അതേപോലെ തന്നെ ഈ പറയുന്ന റഷ്യയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉക്രൈന് വേണ്ടിയിട്ട് ആയുധങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നവരാണ്, നാറ്റോയാണ് കൊടുക്കുന്നത്. നാറ്റോയുടെ ഒരു ഘടകകക്ഷിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം. ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ അടുത്തൊരു സൈനിക സഖ്യമുണ്ട്. ആ സൈനിക സഖ്യത്തിൻ്റെ പേരാണ് സീറ്റോ എന്ന് പറയും. സീറ്റോ, അല്ലെ, സൈനിക സഖ്യത്തിൻ്റെ പേരാണ് സീറ്റോ എന്ന് പറയുന്നത്. ഇത് തെക്ക് കിഴക്കേ ഏഷ്യയിലും അതേപോലെ തന്നെ സമീപത്തുള്ള പസഫിക് പ്രദേശങ്ങളിലും കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനം വ്യാപിക്കുന്നത് തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സീറ്റോ എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്ത് സോഷ്യലിസം വ്യാപിക്കാതിരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് നാറ്റോ എങ്കിൽ പസഫിക് സമുദ്ര തീരത്തിൻ്റെ ഇരുകരകളിലുമുള്ള രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ്റെ ആശയങ്ങളുടെ സ്വാധീനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ രൂപീകരിച്ച ഒരു സൈനിക കൂട്ടായ്മയാണ് ഇതെന്ന് പറയുന്നത് സീറ്റോ അഥവാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് തെക്ക് കിഴക്കേ ഏഷ്യൻ രാജ്യങ്ങളിൽ എന്താണ് കമ്മ്യൂണിസത്തിന് ഒരുപാട് മുന്നേറ്റം ഉണ്ടായതാണ് ഈ പസഫിക് സമുദ്ര തീരത്തൊരു സൈനിക കൂട്ടായ്മ ഉണ്ടാകാനായിട്ട്
അമേരിക്ക തീരുമാനിച്ചത്. പ്രത്യേകിച്ച് കൊറിയൻ പ്രശ്നത്തിൽ ഇടപെട്ട മുതലാളിത്ത രാജ്യങ്ങൾക്കൊരു തിരിച്ചടിയുണ്ടായി. കാരണം കൊറിയകൾ രണ്ടും രണ്ടായി തന്നെ തുടർന്നു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് കൊറിയ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ കിം ജോങ് ഉന്നിൻ്റെ കൊറിയ, മറ്റൊന്ന് ക്യാപിറ്റലിസ്റ്റ് കൊറിയ എന്ന് പറയുന്ന നമ്മുടെ ബാൻ കി മൂണിൻ്റെയൊക്കെ കൊറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പസഫിക് സമുദ്ര തീരങ്ങളിലുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെയും ക്യാപിറ്റലിസ്റ്റ് ചേരിയിലേക്കും ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അമേരിക്ക കൊണ്ടുവന്നൊരു സൈനിക സഖ്യമാണിതെന്ന് പറയുന്നത് ഈ പറയുന്ന സീറ്റോ എന്ന് പറയുന്നത്. നമ്മുടെ പാകിസ്ഥാനൊക്കെ സീറ്റോയിൽ ഇപ്പോൾ അംഗമായ രാജ്യമായിരുന്നു കേട്ടോ. തെക്ക് കിഴക്കൻ ഏഷ്യയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടൊരു സംഘടന രൂപീകരിക്കണമെന്നുള്ള അമേരിക്കയുടെ നിർദ്ദേശം, ആ അമേരിക്കയുടെ നിർദ്ദേശത്തെ ഏഷ്യയിലെ ചില രാജ്യങ്ങൾ എന്ത് ചെയ്തു? സ്വാഗതം ചെയ്തു. തെക്ക് കിഴക്കൻ ഏഷ്യയുടെ സുരക്ഷിതത്വത്തിന് ഒരു സംഘടന വേണമെന്ന് അമേരിക്ക ഒരു നിർദ്ദേശം വെച്ചപ്പോൾ അമേരിക്കയാണല്ലോ ഏറ്റവും വലിയ കാശുകാരൻ എന്നത്തെ. മുതലാളിയെ പിന്തുണയ്ക്കാനായിട്ട് ആരുണ്ടാവും? കാശില്ലാത്ത ചില ശിങ്കിടികളുണ്ടാകും. അത്തരത്തിൽ ഒരു ശിങ്കിടി രാഷ്ട്രങ്ങൾ അതിനുകൂടെ വരികയാണ്. ഏഷ്യയിലെ ചില രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. ഇതിനെ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും പാകിസ്ഥാനും തായ്ലൻഡും ഫിലിപ്പീൻസും മുതലായ രാഷ്ട്രങ്ങളെല്ലാം മനിലയിൽ സമ്മേളിക്കുകയാണ്. മനിലയിൽ സമ്മേളിച്ചു. അങ്ങനെ മനിലയിൽ സമ്മേളിച്ചിട്ട് എന്ത് ചെയ്തു? 1954 സെപ്റ്റംബർ മാസം 8 തെക്ക് കിഴക്കേ ഏഷ്യൻ ഉടമ്പടി സംഘടന അഥവാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒരു സംഘടന അവർ മനില ഉടമ്പടിയിൽ വെച്ചിട്ട് ഒപ്പുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാറ്റോയ്ക്ക് കാരണമായത് ബെൽജിയത്തിലെ ബ്രസൽസ് ഉടമ്പടി ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന സീറ്റോയ്ക്ക് കാരണമായത് മനില ഉടമ്പടി എന്നാണ്. ഇതിന് നാറ്റോയിൽ നിന്ന് എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ വ്യത്യാസം പ്രധാനപ്പെട്ട ഒന്നുകളെന്തായിരിക്കുക? സീറ്റോ എന്ന സൈനിക സഖ്യത്തിന് സ്വന്തമായിട്ട് സൈന്യമുണ്ടായിരുന്നില്ല. അതാണ് കുഴപ്പം. ഏഷ്യയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചതെങ്കിലും ഇതിലെ ഭൂരിഭാഗം അംഗങ്ങളും യൂറോപ്പിൽ നിന്നുള്ള അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അതായത് ഏഷ്യയിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? നമ്മളിവിടെ കണ്ടു. ആരൊക്കെയായിരുന്നു? പാകിസ്ഥാൻ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ന്യൂസിലൻഡ് ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പുറമേ നിന്നുള്ള ആൾക്കാരായിരുന്നു. നമുക്ക് അറിയാം. ഈ സീറ്റോ എന്തായിരുന്നു വെച്ചാൽ സീറ്റോ ഒരു പരാജയമായിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? സീറ്റോയിലെ അംഗമായ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 1965 യുദ്ധമുണ്ടായി, 1971 യുദ്ധമുണ്ടായി. അപ്പോൾ എന്താ സംഭവിച്ചത്? സീറ്റോ എന്ന് പറയുന്ന അമേരിക്കയുടെ കക്ഷിയിൽ ചേർന്ന പാകിസ്ഥാന് ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ ഈ പറയുന്ന ഇന്ത്യയെ പരാജയപ്പെടുത്തുവാനായിട്ട് പാകിസ്ഥാന് സാധിച്ചില്ല. പാകിസ്ഥാന് വേണ്ടുന്ന സപ്പോർട്ടൊന്നും അമേരിക്കയിൽ നിന്ന് കിട്ടിയില്ല. കാരണം അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് വന്ന് യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിക്കുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന അമേരിക്കയ്ക്ക് അവരുടെ കൂട്ടാളിയായിട്ടുള്ള ഈ പാകിസ്ഥാനെ സഹായിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഏഷ്യയിലുള്ള രാജ്യങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും കൊടുക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് ഈ പറയുന്ന സീറ്റോ. എങ്കിലും ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ സീറ്റോ എന്ന് പറയുന്നത് എന്തായി? തികച്ചും നിശബ്ദമായി പോയി. അതൊക്കെ തന്നെ എന്തിന് കാരണമായി? സീറ്റോയുടെ പരാജയത്തിന് കാരണമായിട്ട് വരികയാണ്. ഇനി മറ്റൊരു സൈനിക ഉടമ്പടിയുണ്ട്. ആ സൈനിക ഉടമ്പടിയുടെ പേരാണ് സെൻഡോ എന്നാണ് നമ്മൾ പറയുന്നത്. സെൻഡോ. അപ്പോൾ എന്താണ് സെൻഡോ എന്ന് പറയുന്ന സൈനിക സഖ്യമെന്ന് നമുക്കൊന്ന് നോക്കാം. പശ്ചിമേഷ്യയിൽ രൂപം കൊണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സൈനിക സഖ്യം, അതാണ് സെൻഡോ എന്ന് പറയുന്നത്. പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങൾക്ക് സോവിയറ്റ് യൂണിയനുമായിട്ടുണ്ടായിരുന്നൊരു സൗഹൃദമുണ്ട്, ബന്ധമുണ്ട്. കാര്യം സോവിയറ്റ് യൂണിയൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ മുതലായ രാജ്യങ്ങളുമായിട്ട് ചെറിയ ബന്ധം ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ രൂപം കൊണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സൈനിക സഖ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെപ്പറ്റി പറയാം? ഈ സെൻഡോയെ പറ്റി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും കേട്ടോ. ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങൾക്ക് സോവിയറ്റ് യൂണിയനുമായിട്ടുണ്ടായിരുന്ന സൗഹൃദ ബന്ധം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഘടനയെപ്പറ്റി ആലോചിക്കുവാനായിട്ട് ക്യാപിറ്റലിസ്റ്റ് സംഘടനകളുടെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ലീഡറായ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. അമേരിക്കയുടെ പ്രോത്സാഹനത്തോടുകൂടി എന്ത് ചെയ്യുകയാണ്? 1991 നവംബറിൽ ബാഗ്ദാദിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ്. അമേരിക്കയുടെ പ്രോത്സാഹനത്തോടുകൂടി ഇറ്റലി, തുർക്കി, ബ്രിട്ടൻ, പാകിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ 1951 കാലഘട്ടമാണ് കേട്ടോ. നവംബറിൽ ബാഗ്ദാദിൽ സമ്മേളിക്കുകയും ബാഗ്ദാദ് ഉടമ്പടി എന്ന പേരിൽ ഒരു ഉടമ്പടി രൂപീകരിക്കുകയുമാണ് ഉണ്ടായത്. ഇറാഖിലുണ്ടായൊരു വിപ്ലവത്തെ തുടർന്ന് ഈ പറയുന്ന 1990 ഈ രാജ്യം എന്ത് ചെയ്തു? ബാഗ്ദാദ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുകയാണ്. 1990 ഇറാഖ് ബാഗ്ദാദ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നത്. അങ്ങനെ പിന്മാറിയതിനെ തുടർന്നാണ് ഈ ബാഗ്ദാദ് ഉടമ്പടി എന്ത് പേരിൽ അറിയപ്പെട്ടത്? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ സെൻഡോ എന്നൊരു പേരിൽ അറിയപ്പെട്ടത്. അതായത് ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് ബാഗ്ദാദ് ഉടമ്പടി എന്ന പേരിൽ അമേരിക്കയുടെ ആശീർവാദത്തോടുകൂടി ആരൊക്കെയാണ്? നമ്മുടെ ഇറ്റലിക്കാർ, അതേപോലെ തന്നെ പാകിസ്ഥാൻകാർ, അതേപോലെ ഇറാഖ് മുതലായ രാജ്യങ്ങളെല്ലാം കൂടി വന്നിരുന്നെങ്കിലും എന്താണ് ഈ പറയുന്ന
ഇറാഖിൽ അമേരിക്കയും അതുപോലെ തന്നെ കുവൈറ്റുമൊക്കെ ഇടപെട്ടുകൊണ്ടൊരു യുദ്ധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് നടന്നു. അതേ തുടർന്ന് എന്തായി? ഇറാഖിൻ്റെ നേതാവായ സദ്ദാം ഹുസൈൻ പറഞ്ഞു, ഞങ്ങൾ ഇനി ബാഗ്ദാദ് ഉടമ്പടിയിലില്ല, ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാഗ്ദാദ് ഉടമ്പടി ഉണ്ടാക്കിയ രാജ്യമായ ബാഗ്ദാദിലെ ക്യാപിറ്റലായിട്ട് പ്രവർത്തിക്കുന്ന ഇറാഖ് തന്നെ അങ്ങോട്ട് പിന്മാറിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ട്രീറ്റിയെ ബാഗ്ദാദ് ഉടമ്പടി എന്ന് പിന്നെ വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നീട് അറിയപ്പെട്ട പേരെന്താണ്? മധ്യ ഉടമ്പടി എന്നാണ് ഇത് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. അതോടുകൂടി ഈ സംഘടനയുടെ ആസ്ഥാനം എന്ത് ചെയ്യുകയാണ്? ബാഗ്ദാദിൽ നിന്ന് മാറ്റി എങ്ങോട്ടൊക്കെ മാറ്റിയത്? അങ്കാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇത് മാറ്റിയത്. അങ്ങനെ സെൻഡോയും ഒരു പരാജയമായിട്ട് മാറുകയാണ്. പിൽക്കാലത്ത് തുർക്കിയും ഇറാനും ഒക്കെ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ 1979 ഈ പറയുന്ന 1979 സെപ്റ്റംബറിൽ സെൻഡോ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനം ഔപചാരികമായിട്ടല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് നിർത്തലാക്കപ്പെടുകയുണ്ടായി എന്ന് നമുക്കറിയാം കേട്ടോ. ഇനി അതേപോലെ വാഴ്സ ഉടമ്പടി നമുക്കൊന്ന് നോക്കാം. വാഴ്സ ഉടമ്പടി അപ്പം എന്താണ്? വാഴ്സ പാക്ട് എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. വാഴ്സ പാക്ട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വാഴ്സ പാക്ട് മറ്റൊന്നുമല്ല, അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികൾ രൂപീകരിച്ച സൈനിക സാമ്പത്തിക സഖ്യങ്ങൾ റഷ്യക്ക് ചെറിയൊരു പേടിയുണ്ടാക്കി. അങ്ങനെ അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികൾ രൂപീകരിച്ച സൈനിക സഖ്യങ്ങളെ, ഈ സാമ്പത്തിക സഖ്യങ്ങൾക്ക് റഷ്യക്ക് വല്ലാത്തൊരു ഭയമാണ് സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ എന്ത് ചെയ്തു? തിരിച്ച് പ്രതികരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റഷ്യയുടെ പ്രതികരണമാണ് നാറ്റോയ്ക്കെതിരെ ഒരു സൈനിക സഖ്യം രൂപീകരിക്കുന്നതിനെ പറ്റി അവരാലോചിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പശ്ചിമ ജർമ്മനി നാറ്റോയിൽ അംഗമായി. ആ പശ്ചിമ ജർമ്മനി നാറ്റോയിൽ അംഗത്വം എടുത്തപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്തായി? ഒരു ഭയവും അതേപോലെ ദേഷ്യവും തോന്നി. കാരണം ഈ പശ്ചിമ ജർമ്മനിയോട് ചേർന്ന് കിടക്കുന്ന പൂർവ്വ ജർമ്മനി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ വളരെ അടുത്തൊരു കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പൂർവ്വ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ നാറ്റോ എന്നുള്ള സഖ്യത്തിന് ഇടപെടാനൊരു അവസരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയാണ് നമ്മളെന്ന് വിളിക്കുന്നത് വാഴ്സ പാക്ട് എന്ന് വിളിക്കുന്നത്. 1955 മെയ് മാസത്തിൽ സോവിയറ്റ് യൂണിയൻ ഹംഗറി, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ബൾഗേറിയ, റുമാനിയ, അൽബേനിയ, കിഴക്കൻ ജർമ്മനി എന്നീ രാജ്യങ്ങൾ മോസ്കോയിലൊരു യോഗം ചേർന്നു. അങ്ങനെ മോസ്കോയിൽ യോഗം ചേർന്നിട്ട് എന്ത് ചെയ്തു? പരസ്പര സൗഹാർദ്ദ സഹകരണ സഹായ ഉടമ്പടി എന്ന പേരിൽ എന്ത് ചെയ്തു? ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടിയാണ് വാഴ്സ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവർ തമ്മിൽ ചേർന്ന പരസ്പര സൗഹാർദ്ദ സഹകരണ സഹായ ഉടമ്പടിയെ ആണ് നമ്മളെന്ത് വിളിക്കുന്നത്? വാഴ്സ ഉടമ്പടി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അല്ലേ? അമേരിക്കയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങൾക്കെതിരെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു മറുപടി എന്ന നിലയിലാണ് വാഴ്സ ഉടമ്പടി അറിയപ്പെടുന്നത്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയെ നശിപ്പിക്കുവാനുള്ള മുതലാളിത്ത സാമ്രാജ്യത്വ പരിശ്രമങ്ങളെ നേരിടുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ലേ? ഈ പറയുന്ന ഉടമ്പടി എന്ന് പറഞ്ഞ വാഴ്സ പാക്റ്റിൻ്റെ പ്രവർത്തനങ്ങളെ നിർവഹിച്ചിരുന്നത് എന്താണ്? ഒരു രാഷ്ട്രീയ കൂടിയാലോചന കമ്മിറ്റിയാണ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നാറ്റോയും സീറ്റോയും സെൻഡോയും സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയെയും സോവിയറ്റ് യൂണിയൻ്റെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ തകർച്ചയും ആഗ്രഹിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന സീറ്റോയ്ക്കും നാറ്റോയ്ക്കും സെൻഡോയ്ക്കുമെതിരെ രൂപീകരിച്ചൊരു സൈനിക കൂട്ടായ്മയായിരുന്നു വാഴ്സ പാക്ട് എന്ന് പറയുന്നത്. പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാഴ്സയിലായിരുന്നു രൂപീകരിച്ചതെങ്കിലും കാലാന്തരത്തിൽ സംഘടനയുടെ ആസ്ഥാനം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് മാറ്റുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ്റെ പതനം വരെ ആ രാഷ്ട്രത്തിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ഈ വാഴ്സ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ശീതസമരം അവസാനിച്ചപ്പോൾ 1990 തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യപ്പെട്ടു? തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വാഴ്സ പാക്ട് എന്ന് പറയുന്നത് ഔപചാരികമായിട്ട് പിരിച്ചുവിടുകയും ഉണ്ടായി കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്താണ് കിഴക്കൻ യൂറോപ്പിൽ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് സംഭവിച്ചത്. ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെ ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഉയർന്നു വന്ന ഈ പറയുന്ന കൂട്ടായ്മ വളരെ പെട്ടെന്ന് തന്നെ കിഴക്കൻ യൂറോപ്പിൽ അവസാനിച്ചു. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് മറ്റൊന്നുമായിരുന്നില്ല. അല്ലേ? കിഴക്കേ യൂറോപ്പിലെ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ആരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒന്ന് ഓർക്കുക നിങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും റഷ്യ ആണെന്ന് പറയും. ആ റഷ്യയോടൊപ്പം യൂറോപ്പിലെ 15ഓളം വരുന്ന രാഷ്ട്രങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് നിലനിന്നതിനെയാണ് നമ്മൾ സോവിയറ്റ് യൂണിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു നമുക്കറിയാം. അല്ലേ? അതായത് 1989 കിഴക്കൻ യൂറോപ്പിൽ വിപ്ലവങ്ങളുണ്ടായി. അതായത് 1922 ലെനിൻ ഒരു കോൺട്രാക്റ്റിലൂടെ അല്ലെങ്കിൽ ലെനിൻ്റെ ഭരണ മികവിലൂടെ യൂറോപ്പിലെ പല രാജ്യങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ട് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്നൊരു കൂട്ടായ്മ സൃഷ്ടിച്ചിരുന്നു. ആ കൂട്ടായ്മയാണ് 1989, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ
67 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നത്, തകർക്കപ്പെടുന്നത്. അങ്ങനെ തകർക്കപ്പെട്ട ആ സോവിയറ്റ് യൂണിയൻ്റെ ചരിതമാണ് നമ്മൾ ഇനി പറയുവാനായിട്ട് പോകുന്നത്. അതായത് 1989 ഇവിടെ വിപ്ലവങ്ങൾ നടന്നത്. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വിപ്ലവം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് മാറ്റപ്പെടുകയും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് തകർക്കപ്പെടുകയും ചെയ്തു. USSR എന്ന് പറയുന്ന രാഷ്ട്രം തകർക്കപ്പെടുകയും ചെയ്തു. പല പല കഷണങ്ങളായിട്ട് അത് പിരിഞ്ഞു പോവുകയും ചെയ്തു. കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് വിളംബരം ചെയ്തുകൊണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ എന്താണ്, ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെൻറ്റുകൾ നിലവിൽ വരികയും ചെയ്തു. നേരത്തെ സോവിയറ്റ് യൂണിയൻ പറയുന്ന പാവ ഗവൺമെൻറ്റുകൾ ഭരിച്ചിരുന്ന ആ കൂട്ടായ്മകളായിരുന്നു ഇതെങ്കിൽ അവിടെ ഈ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ട് ജനകീയ കലാപം ഉണ്ടാവുകയും കലാപത്തിന് ഒടുവിൽ ജനകീയ ഗവൺമെൻറ്റുകൾ വരികയും ജനകീയ ഗവൺമെൻറ്റുകൾ അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടിയാണ് കിഴക്കൻ യൂറോപ്പിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തകർക്കപ്പെട്ടത്. കിഴക്കൻ യൂറോപ്പിലെ ജനങ്ങൾ ഇവിടെ സാർ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തിയുടെ കിരാത ഭരണത്തിന് കീഴിലായിരുന്ന സമയത്താണ് ലെനിൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ഭരണം റഷ്യയിൽ വരുന്നത്. അങ്ങനെ കിഴക്കൻ യൂറോപ്പിലെ ജനങ്ങൾ ഒരുപാട് വലിയ വലിയ പ്രതീക്ഷകളോട് കൂടിയായിരുന്നു ഈ സോഷ്യലിസ്റ്റ് ഭരണത്തെ സ്വാഗതം ചെയ്തത്. എന്നാൽ താമസിയാതെ അവരുടെ ചിന്താഗതിക്ക് മാറ്റമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് ഒരു സ്വർഗമാണെന്ന മിഥ്യാധാരണ അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നതെല്ലാം അവർക്ക് മനസ്സിലായി തുടങ്ങി. അതോടുകൂടി എന്തായി, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിന്തിച്ചു. അതാണ് സംഭവിച്ചത്. ഇത്തരത്തിൽ ആദ്യമായിട്ടുള്ള ചിന്തകളുണ്ടായ രാജ്യമായിരുന്നു ഹംഗറി എന്ന് പറയുന്നൊരു രാജ്യം. 1956 ഹംഗറിയിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് അടിച്ചമർത്തൽ ഭരണകൂടത്തിനെതിരായിട്ട്. അതിനുശേഷമുണ്ടായത് ചെക്കോസ്ലൊവാക്യയിലായിരുന്നു. ചെക്കോസ്ലൊവാക്യയിൽ 1960 കലാപവും ഹംഗറിയിൽ 1956 ഉണ്ടായ കലാപവും എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം കാലഹരണപ്പെട്ടു പോകുവാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു. സോഷ്യലിസ്റ്റ് ഭരണം നവീകരിക്കാനാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത്, അല്ലേ? സോഷ്യലിസ്റ്റ് ഭരണത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ പോളണ്ടിലെ തൊഴിലാളികൾ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ തള്ളിപ്പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ സന്ദേശ സിനിമ കാണുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലേ, പോളണ്ടിൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഉത്തമൻ സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുക്കാത്തതാണ് കാരണമെന്ന് കോട്ടപ്പള്ളി സഖാവ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ പോളണ്ടിലെ തൊഴിലാളികൾ അല്ലേ എന്ത് സംഭവിച്ചു? സോഷ്യലിസ്റ്റ് ഭരണത്തെ പുറന്തള്ളാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ആ കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളുടെ നാടകീയമായ അന്ത്യത്തിന് നിരവധി കാരണങ്ങളുണ്ട്. നാടകീയമായ അന്ത്യം എന്ന് പറയാൻ നേരത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് അതിനെ നാടകീയമായ അന്ത്യമെന്ന് വിളിക്കുന്നത്. കാരണം ഈ ഗവൺമെൻറ്റുകളെല്ലാം സാമ്പത്തിക മേഖലയിൽ വലിയ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ പരാജയപ്പെട്ടത്, അല്ലേ? ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്നത് വോയിസ് ടൈപ്പ് ഉപയോഗിച്ച് കാണും. അപ്പോൾ വളരെ സ്പീഡിലൊക്കെ പറഞ്ഞു തരാൻ നേരം ചില അക്ഷരങ്ങളൊക്കെ അങ്ങുമിങ്ങൊക്കെ ഇതാണ് തെറ്റിപ്പോകാറുണ്ട്. അത് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളിത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ക്ലാസ്സിന് നോട്ടും കൂടി നൽകുന്നത് കേട്ടോ. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, ഇതാണല്ലോ ജനങ്ങൾക്ക് വേണ്ടുന്നത്. ആരോഗ്യം വേണം, തൊഴിലെടുക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം, അല്ലേ? തൊഴിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള ഏതൊരാളും ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ടൊരു പാർപ്പിടമാണ്. അങ്ങനെ ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം മുതലായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ ഈ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ കിഴക്കൻ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും കാർഷികമായിട്ടുള്ള രാജ്യങ്ങളിലായിരുന്നു. വ്യവസായം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും ഇവ മൊത്തത്തിൽ പിന്നോക്കാവസ്ഥയിലുമായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല ടെലിവിഷനിലൂടെയും മറ്റ് വാർത്താമാധ്യമങ്ങളിലൂടെയും പടിഞ്ഞാറൻ നാടുകളിലെ പുരോഗതിയുടെ ദൃശ്യങ്ങൾ കണ്ടറിഞ്ഞ കിഴക്കേ യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ തങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ കഴിവുകേടിനെതിരെ പ്രതിഷേധമുണ്ടാവുകയാണ് ഉണ്ടായത്. അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കുന്ന അതേ കാര്യം. അതായത് അടുത്ത വീട്ടിൽ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മളുടെ വീട്ടിലും അത് വേണം എന്ന ഒരു ചിന്താഗതി വന്നു കഴിയുമ്പോൾ സമാധാനം നഷ്ടപ്പെടില്ലേ? അതേ രീതിയിലുള്ള അവസ്ഥാവിശേഷമാണ് ടെലിവിഷനിലൂടെയും മറ്റു വാർത്താമാധ്യമങ്ങളിലൂടെയും പടിഞ്ഞാറൻ നാടുകളിലെ പുരോഗതിയുടെ ദൃശ്യങ്ങൾ കണ്ടറിഞ്ഞ കിഴക്കൻ യൂറോപ്പിലെ ജനങ്ങൾക്ക് ഒരു പ്രതിഷേധമുണ്ടായത്, അല്ലേ? കിഴക്കൻ യൂറോപ്പിലെ ഗവൺമെൻറ്റുകളിൽ ഭൂരിഭാഗവും ജനങ്ങൾക്ക് പൗരസ്വാതന്ത്ര്യമൊന്നും അനുവദിച്ചു കൊടുത്തിരുന്നില്ല, അല്ലേ? കിഴക്കൻ യൂറോപ്പിലെ ഗവൺമെൻറ്റുകളിൽ ഭൂരിഭാഗവും ജനങ്ങൾക്ക് പൗരസ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ അനുവദിച്ചു കൊടുത്തിരുന്നില്ല, അല്ലേ? മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നില്ല. അതായത് ഏകകക്ഷി ഭരണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നതെന്നാണ് പറയുന്നത്.
അതുപോലെ അഴിമതി എന്ന് പറയുന്നത് സർവ്വസാധാരണവുമായിരുന്നു. അപ്പോൾ അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, പ്രവർത്തന സ്വാതന്ത്ര്യം മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് കൊടുക്കുന്നില്ല, അതുപോലെ പൗരസ്വാതന്ത്ര്യങ്ങളൊന്നും അനുവദിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഒരു അടിച്ചമർത്തൽ നയമെന്ന് പറയാം, അല്ലേ? എതിരഭിപ്രായങ്ങളോടുള്ള ഗവൺമെൻറ്റുകളുടെ അസഹിഷ്ണുത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നേതാക്കന്മാർ, ഞങ്ങളുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അതോടുകൂടി സോവിയറ്റ് യൂണിയനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്നുള്ള ചിന്ത ഈ പറയുന്ന രാഷ്ട്രങ്ങൾക്കുണ്ടായി. കിഴക്കേ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? അവരുടെ സമ്പദ് വ്യവസ്ഥകൾ സോവിയറ്റ് യൂണിയൻ്റെ അനുബന്ധമാണെന്നും റഷ്യൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും ദാസ്യ കമ്പോളങ്ങൾ മാത്രമാണെന്ന് ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി. മാത്രമല്ല, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ മത്സരിക്കുവാനായിട്ടുള്ള ശേഷിയില്ല എന്നും തിരിച്ചറിഞ്ഞു. ഇവിടെ തൊഴിലില്ലായ്മകൾ രൂക്ഷമായിട്ട് വരാൻ തുടങ്ങി. കാരണം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരേ കൂലിയാണ്. കൂടുതൽ പണിയെടുക്കുന്നവനായിക്കൊള്ളട്ടെ, കുറച്ച് പണിയെടുക്കുന്നവനായിക്കൊള്ളട്ടെ, സമത്വം വരുമ്പോൾ എന്താണ്? പണിയെടുത്താലും കൂലി, പണിയെടുത്തില്ലെങ്കിലും കൂലി. അപ്പോൾ ജനങ്ങൾ മടിയന്മാരായി മാറ്റപ്പെട്ടു തുടങ്ങി. ഇത് പതുക്കെ പതുക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധി യൂറോപ്പിൽ സൃഷ്ടിച്ചു, തൊഴിലില്ലായ്മകൾ സൃഷ്ടിച്ചു. കിഴക്കേ യൂറോപ്പിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ലോക സാമ്പത്തിക പശ്ചാത്തലവും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1973-75 കാലഘട്ടത്തിൽ മാത്രമല്ല, 1979-82 കാലയളവിലെന്നുണ്ടായി വ്യാപാര മാന്ദ്യമുണ്ടായി ലോകത്ത്, അല്ലേ? വ്യാപാര മാന്ദ്യം ലോകത്ത് ഉണ്ടായി. അതെല്ലാ രാജ്യങ്ങളെയും എന്ത് ചെയ്തു? ബാധിക്കുകയും ഉണ്ടായി. കിഴക്കേ യൂറോപ്പിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ലോക സാമ്പത്തിക പശ്ചാത്തലം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1973-75 കാലഘട്ടത്തിൽ 1979-82 കാലഘട്ടങ്ങളിലേക്ക് എന്താ സംഭവിച്ചത്? വ്യാപാര മാന്ദ്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു, അല്ലേ? ലോകത്തെമ്പാടും ഇതിനെതിരായിട്ട് സംരക്ഷിത നടപടികൾ എടുത്തു. പക്ഷേ ഈ സംരക്ഷിത നടപടികൾ എടുത്തതിൻ്റെ ഭാഗമായിട്ട് പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയുണ്ടായി. ഈ സാമ്പത്തിക ബാധ്യത എപ്രകാരം മറികടക്കണമെന്ന് പോളണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അറിയുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? 1980-കളിലെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോളണ്ട്, ഹംഗറി, റുമേനിയ, യുഗോസ്ലാവിയ എന്നീ രാജ്യങ്ങൾ സ്വീകരിച്ച IMFൻ്റെ മാതൃകയിലുള്ള നടപടികൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത്. തൽഫലമായിട്ട് ഈ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഗവൺമെൻറ്റിനോട് അവിടുത്തെ ജനങ്ങൾക്ക് എന്തുണ്ടായി? ഒരു പ്രതിഷേധമുണ്ടാവുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ സാമൂഹിക അസ്വസ്ഥതയും കുഴപ്പങ്ങളും വരുത്തുവാനായിട്ടത് കാരണമായി, അല്ലെ? സോവിയറ്റ് യൂണിയനിൽ ഗോർബച്ചേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അധികാരത്തിൽ വരുന്നതോടു കൂടിയിട്ടാണ് മാറ്റങ്ങളിവിടെ വന്നു തുടങ്ങിയത്. അതായത് സ്റ്റാലിൻ്റെ കാലത്ത് തുടങ്ങിയ അടിച്ചമർത്തൽ നയങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്ന ജനങ്ങളും ഈ പറയുന്ന സോവിയറ്റുകളിലെ ഭരണകൂടങ്ങളുമെല്ലാം എന്താണ്? പതുക്കെ 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 സോവിയറ്റ് യൂണിയനെതിരായി മാറ്റപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് മിഖായേൽ ഗോർബച്ചേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി സോവിയറ്റ് യൂണിയൻ്റെ രാഷ്ട്രത്തലവനായിട്ട് വരുന്നത്. ഇതോടുകൂടി എന്താണ്? മാറ്റം വരാൻ തുടങ്ങി. അല്ലെ, എതിർപ്പുകൾ ശക്തമായപ്പോൾ അധികാരത്തിൽ വന്ന ലിബറൽ ചിന്താഗതിക്കാരനായിട്ടുള്ള നമ്മുടെ മിഖായേൽ ഗോർബച്ചേവ് എന്ത് ചെയ്തു? എതിർപ്പുകളെ അടിച്ചമർത്തുന്നതിന് പകരം ചർച്ചയിലൂടെ പരിഹരിക്കുവാനും ഈ പറയുന്ന ആ എതിർപ്പ് ഉന്നയിച്ചു വരുന്ന ആളുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുവാനും തീരുമാനിച്ചു. ഈ തീരുമാനമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായത്. കിഴക്കൻ യൂറോപ്പിൻ്റെ കാര്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ഇടപെടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതായത് സോവിയറ്റ് യൂണിയനിൽ അംഗമായിരിക്കുന്ന വിവിധ സോവിയറ്റുകളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ സോവിയറ്റ് യൂണിയൻ്റെ സൈന്യത്തെ അയച്ചുകൊണ്ട് ഇടപെടലുകളൊന്നും നടത്തുകയില്ല എന്നും ജനങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് നടത്തേണ്ടത് എന്നും ചിന്തിച്ചിരുന്ന വ്യക്തി എന്ത് ചെയ്തു? കിഴക്കൻ യൂറോപ്പിൻ്റെ കാര്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ഇടപെടില്ലെന്ന് വ്യക്തമാക്കി. അതോടുകൂടി ഈ തങ്ങളുടെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനായിട്ട് സോവിയറ്റ് സൈന്യം ഇനി വരില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പായി. ആ രാജ്യത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? കലാപം അങ്ങോട്ട് തുടങ്ങി വെച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന 15ഓളം രാജ്യങ്ങളിൽ ജനങ്ങൾ കലാപം ആരംഭിച്ചു. ഈ കലാപം വിപ്ലവമായിട്ട് മാറി. അങ്ങനെ ഓരോ രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി പുറത്തേക്ക് പോവുകയും തൽഫലമായിട്ട് സോവിയറ്റ് യൂണിയൻ നിലംപൊത്തുകയുമാണ് ഉണ്ടായത്. ആദ്യമായിട്ട് കമ്മ്യൂണിസത്തെ നിരാകരിച്ച രാജ്യമെന്ന് പറയുന്നത് പോളണ്ടായിരുന്നു. പോളണ്ടിന് ശേഷം ഹംഗറി വന്നു, പൂർവ്വ ജർമ്മനി വന്നു, ചെക്കോസ്ലോവാക്യ വന്നു, റുമേനിയ വന്നു, ബൾഗേറിയ വന്നു, യുഗോസ്ലാവിയ വന്നു, അൽബേനിയ വന്നു. അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഈ പറയുന്ന സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തോട് വിട പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച എന്ന് പറയുന്നത്. ആ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച എങ്ങനെയായിരുന്നു എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പതനവും സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന USSRൻ്റെ ശിഥിലീകരണവും
20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? 1991, അതാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അന്ത്യദശകത്തിൽ, 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതായത് 91-ൽ, കൃത്യമായി പറഞ്ഞാൽ 32 വർഷങ്ങൾക്ക് മുൻപാണ് ശീതസമരം എന്ന് പറയുന്ന പ്രതിഭാസം അവസാനിക്കുവാൻ കാരണമായ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടെ 20-ാം നൂറ്റാണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു പോയി എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ അല്ലെങ്കിൽ അവസാന കാലഘട്ടങ്ങളിലേക്ക് രണ്ട് ശാക്തിക ചേരികൾ രൂപീകരിക്കപ്പെട്ടു വന്നപ്പോൾ ഒന്ന് സോഷ്യലിസ്റ്റ് ചേരിയും മറ്റത് ക്യാപിറ്റലിസ്റ്റ് ചേരിയുമാണ്. ഇത് കുറേ കൂടി ശക്തമായിട്ട് നിലനിൽക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്രത്തോളമൊന്നും ഇത് നീണ്ടുപോയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെ, കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ പോലും എന്ത് ചെയ്തില്ല, ഈ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ തകർന്നു പോകുമെന്ന് കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, സോവിയറ്റ് യൂണിയൻ്റെ ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാം ഒരുപോലെ അമ്പരിപ്പിച്ച ഒന്നായിരുന്നു ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് നോക്കാം, അല്ലേ? 1917 ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ടതാണ്, 1922 രൂപീകരിക്കപ്പെട്ടതാണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ആ USSRന്റെ വളർച്ച എന്ന് പറയുന്നത് ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ആദ്യത്തെ 30 വർഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ഏറ്റവും വലിയ സൈനിക ശക്തി, ഏറ്റവും വലിയ ബാഹ്യാകാശ ശക്തി എന്ന നിലയിലായിരുന്നു ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ വളർന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലൊരു മഹാശക്തി എന്ന നിലയിൽ ഈ സോവിയറ്റ് യൂണിയൻ വളർന്നു വരികയും ചെയ്തു. 1970കളുടെ ഒരു മധ്യഭാഗം എത്തിയപ്പോൾ എന്താണ്, ആ രാഷ്ട്രമെന്ന് പറയുന്നത് വളർച്ചയുടെ ആ ഒരു മൂർധന്യത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ആ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, മാക്സിമം പീക്ക് മൊമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തളർച്ചയാണ് ഉണ്ടാവുന്നത്. അതേപോലെ 1970കളുടെ മധ്യത്തിൽ ആ രാജ്യം വളർച്ചയുടെ മൂർധന്യത്തിലെത്തുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ പതുക്കെ പതുക്കെ തളർച്ചയെ ആരംഭിക്കുകയും ചെയ്തു. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു വീഴുന്നത്. മുതലാളിത്തത്തിനെതിരായിട്ട് ഒരു സോഷ്യലിസ്റ്റ് ബദൽ കെട്ടിപ്പടുക്കുവാനുള്ള മഹത്തായ പരീക്ഷണം എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ട USSR എന്നുള്ള മഹത്തായ രാഷ്ട്രം 1991 തകർന്നു പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു അത് നമുക്കൊന്ന് നോക്കാം. USSRന്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങളെന്ന് പറയുന്നത് സാമ്പത്തിക കാരണങ്ങളുണ്ട്, അല്ലേ? സാമ്പത്തിക കാരണങ്ങൾ എന്തായിരുന്നു? സാമ്പത്തിക കാരണങ്ങളാണ് സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിന് വഴിവെച്ചതെന്ന് ചരിത്രകാരന്മാർ അനുഭവപ്പെടുന്നു. അതായത് സാമ്പത്തിക മേഖലയിൽ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ സോവിയറ്റ് സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുവാനോ സോവിയറ്റ് യൂണിയൻ്റെ നേതാക്കൾ തയ്യാറായിരുന്നില്ല. കാരണം സാമ്പത്തിക മേഖലയിൽ അവർക്കുണ്ടായിരുന്ന പരിമിതമായ ജ്ഞാനമായിരുന്നു അതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നത്. ഇലക്ട്രോണിക് വിപ്ലവങ്ങൾ ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ടെലിവിഷൻ വന്നു, റേഡിയോ വന്നു, കമ്പ്യൂട്ടർ വന്നു. അങ്ങനെ ഇലക്ട്രോണിക് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നപ്പോൾ മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന, മനുഷ്യനെ ആകർഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണികൾ മുഴുവനും പിടിച്ചെടുത്തപ്പോൾ സോവിയറ്റ് യൂണിയന് അതൊന്നും സാധിച്ചില്ല. കാരണം സോവിയറ്റ് യൂണിയൻ്റെ ഒരു പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ കൊറിയൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ചൈനീസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ജാപ്പനീസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അമേരിക്കൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഫ്രഞ്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സോവിയറ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു പേനയായിക്കൊള്ളട്ടെ, ഷർട്ടായിക്കൊള്ളട്ടെ, ഇലക്ട്രോണിക് മീഡിയ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? മറ്റ് രാജ്യങ്ങളുടേതാണ്. അതായത് ഇലക്ട്രോണിക് വിപ്ലവത്തെ സോവിയറ്റ് യൂണിയനെ എന്ത് ചെയ്യാൻ സാധിച്ചില്ല, ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഉപഭോക്തൃ വ്യവസായങ്ങളെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിൽ വളർന്നില്ല. തൽഫലമായിട്ട് സോവിയറ്റ് യൂണിയൻ സാമ്പത്തികമായിട്ട് തളർന്നു തുടങ്ങി. സോവിയറ്റ് യൂണിയൻ ഉൽപ്പാദിപ്പിച്ചിരുന്ന കൺസ്യൂമർ ഉൽപ്പന്നങ്ങളെന്ന് പറയാൻ എന്തായിരിക്കാം, പഴഞ്ചനായി മാറി. പഴഞ്ചനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംതാണതായി മാറി. അവയാണെങ്കിൽ ആവശ്യത്തിന് പോലും എന്തായില്ല, ലഭ്യവുമായിരുന്നില്ല. ചുരുക്കത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ ജീവിത നിലവാരം എന്ന് പറയുന്നത് മറ്റ് വികസിത രാഷ്ട്രങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ 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 മോശമായിരുന്നു, താഴ്ന്നതായിരുന്നു എന്ന നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടതായിട്ട് വരും. ഉൽപ്പാദനത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ വളരെ പരാജയമായിരുന്നു. ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ ഒരു പരാജയമായിട്ട് മാറുകയാണ്. 1980കളിൽ കാർഷിക രംഗത്ത് ഈ രാജ്യം വൻ തകർച്ച നേരിട്ടു. കാരണം ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. കാരണം ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഇവർക്ക് കൃത്യമായിട്ട് ലഭിക്കാത്തൊരവസ്ഥ വന്നു. സൈനിക വ്യൂഹങ്ങൾ പോലും എന്താണ്, കൃഷിയിലേക്ക് ഇറങ്ങേണ്ടുന്ന ഒരു ഗതികേടിൽ എത്തിപ്പെടുകയാണ്. 1980കളിൽ കാർഷിക രംഗത്ത് രാജ്യം വൻ തകർച്ചയെ ആണ് നേരിട്ടത്. അമേരിക്കയുടെ ഗോതമ്പിനെ പോലും എന്ത് ചെയ്യേണ്ടി വന്നു, ഇവർക്ക് ആശ്രയിക്കേണ്ടുന്ന ഗതികേടുണ്ടായി എന്നാണ് പറയുന്നത്. ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങൾ രാജ്യത്ത് കിട്ടാനില്ലാതെ വരുമ്പോൾ പൊതുവിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾ ക്യൂ നിൽക്കാൻ തുടങ്ങി.
അതോടുകൂടി എന്തായി? സാധനങ്ങളുടെ ദൗർലഭ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും മോശം പ്രവണതയാണ് പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്ന് പറയുന്നത്. അങ്ങനെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പുകളും വളരുകയും അത് രാജ്യത്തെ ജനങ്ങളുടെ ആ ഗവൺമെൻറ്റിനോടുള്ള വിശ്വാസ്യത എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാവുകയും സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ സാമ്പത്തിക വളർച്ചയിൽ വിപണികൾക്കുള്ള പങ്ക് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ പോരായ്മകൾ കണ്ടറിഞ്ഞിട്ടത് പരിഹരിക്കുവാനും അവർ താല്പര്യം കാണിച്ചില്ല. മാത്രമല്ല അവർ ചെയ്തതെന്താണ്? പ്രതിരോധത്തിന് വേണ്ടിയിട്ട് വൻതുക ചെലവഴിച്ചു. അതേപോലെ നമ്മളുടെ ഈ സ്പേസ് എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരൊരുപാട് പണം ചെലവഴിച്ചു. ഈ ബഹിരാകാശ രംഗത്ത് ഒന്നാമതെത്താൻ വേണ്ടിയിട്ട് അമേരിക്കയും അതേപോലെ തന്നെ റഷ്യയും കൂടി നടത്തിയ മത്സരമുണ്ട്. ചന്ദ്രനിൽ ആളെ ഇറക്കാനായിട്ട്, ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടാനായിട്ട്, ബഹിരാകാശത്തേക്ക് സഞ്ചാരികളെ അയക്കുവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പണം ചെലവഴിച്ചുകൊണ്ട് ഇവർ നടത്തിയ ഈ പ്രക്രിയയാണ് നമ്മളെന്ന് വിളിക്കുന്നത് സ്റ്റാർ വാർ എന്ന് പേരിട്ടുകൊണ്ട് വിളിക്കുന്നത്, സ്റ്റാർ വാർ. മാത്രമല്ല റൊണാൾഡ് റീഗൺ എന്ന് പറയുന്ന ഒരു പഴയ സിനിമാ നടൻ, ഹോളിവുഡ് സിനിമാ നടൻ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വന്നു, സൂപ്പർ സ്റ്റാറുമാണ്. അപ്പോൾ ബാഹ്യാകാശത്തേക്ക് നക്ഷത്രങ്ങളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിലെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശ രംഗത്തും അമേരിക്കയും ഈ പറയുന്ന സോവിയറ്റ് യൂണിയനും തമ്മിൽ ബലാബലം പരീക്ഷിച്ച ആ സംഭവ വികാസത്തെയാണ് നമ്മൾ സ്റ്റാർ വാർ എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? അങ്ങനെ പ്രതിരോധ രംഗത്ത് വേണ്ടി കൂടുതൽ തുക ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഒടിഞ്ഞുപോയി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെയോ രാഷ്ട്രീയ കാരണങ്ങൾ എന്തെല്ലാം, അല്ലേ? സോവിയറ്റ് യൂണിയനെ ശിഥിലീകരിക്കുന്നതിൽ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ സമ്പ്രദായം എന്ന് പറയുന്നത് ഏകപാർട്ടി സ്വേച്ഛാധിപത്യ സമ്പ്രദായമായിരുന്നു ഈ സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്നത് എന്നതാണ്. ഏകപാർട്ടി സ്വേച്ഛാധിപത്യ സമ്പ്രദായമാണ് സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, അല്ലേ? പൗരാവകാശങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പത്രങ്ങളുടെ മേലാണെങ്കിലോ കർശനമായ സെൻസർഷിപ്പ് അഥവാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഗവൺമെൻറ്റിനോ പാർട്ടിക്കോ എതിരെ ശബ്ദമുയർത്തുന്നവരെന്ത് ചെയ്തു? നിർദ്ദയം അടിച്ചമർത്തിയിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ലേബർ ക്യാമ്പിലേക്കും തടവറകളിലേക്കുമൊക്കെ അയച്ചുകൊണ്ട് എതിർ ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യുവാനായിട്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ തയ്യാറായിരുന്നത്, അല്ലെങ്കിൽ ചെയ്തു വന്നിരുന്നത്. ഇത് ജനങ്ങൾക്ക് ആ ഭരണകൂടത്തോടൊരു വെറുപ്പുണ്ടാവാൻ കാരണമായി. അതേപോലെ വിദേശ സഞ്ചാരത്തിന് പോകണമെന്നുണ്ടെങ്കിൽ, വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ അതിനും വിടുകയില്ല. അതായത് സോവിയറ്റ് യൂണിയൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്ത ഈ പ്രക്രിയ, ഇതിനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ചർച്ചിൽ പറഞ്ഞൊരു ഫുൾട്ടൺ സ്പീച്ച് ഉണ്ടല്ലോ, അയൺ കർട്ടൻ, ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് സോവിയറ്റ് യൂണിയനിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായൊരു അഭിപ്രായമായിട്ട് മാറ്റപ്പെടുവാനായിട്ട് തുടങ്ങി, അല്ലേ? അതേപോലെ തന്നെ എന്താണ്, പല എഴുത്തുകാരുടെയും രചനകൾ എന്ത് ചെയ്തു? തടഞ്ഞു വെച്ചു. വിമർശിച്ച് എഴുതുന്നവനെ പിന്നെ എഴുതാൻ അനുവദിക്കില്ല, അല്ലേ? സോൾഷെനിറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ എന്ത് ചെയ്തു? ഈ പറയുന്ന ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് പിടിച്ച് തടങ്കറയിൽ അടയ്ക്കുവാനായിട്ട് തുടങ്ങി. ഇതെല്ലാം എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ ദൈക്ഷണിക സാംസ്കാരിക ജീവിതം അപകടത്തിലാക്കുന്നൊരു നടപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ അഴിമതി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടായി, ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായി. അപ്പോൾ എന്താണ് അഴിമതി, അല്ലേ? സോവിയറ്റ് രാഷ്ട്രീയ വ്യവസ്ഥയെ അടിമുടി ബാധിച്ചതാണ് അഴിമതി എന്ന് പറയുന്നത്, അല്ലെ? ജനങ്ങൾ എന്ന് പറയുന്ന ഈ അഴിമതിക്കെതിരായി മാറി. അങ്ങനെ സോവിയറ്റ് രാഷ്ട്രീയ വ്യവസ്ഥയെ അടിമുടി ബാധിച്ച അഴിമതി ജനങ്ങളെ അതിനെതിരായിട്ട് തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അഴിമതി വീരന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരാണ് സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത്. കരിഞ്ചന്ത എന്ന് പറയുന്ന പ്രക്രിയയിലും അവർ ഏർപ്പെട്ടിരുന്നു. അതായത് ജനങ്ങൾക്ക് സേവനത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ജനങ്ങളെ ദ്രോഹിച്ചിട്ടാണെങ്കിലും ഏത് രീതിയിലും സ്വന്തം കീശ വീർപ്പിക്കണമെന്ന് പറയുന്നൊരു നിലപാടിലേക്ക് മാറിയപ്പോൾ അത് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കരിഞ്ചന്തയ്ക്കും കാരണമായി എന്നാണ് പറയുന്നത്. പുരോഗമനപരമായ എല്ലാ പരിഷ്കാരങ്ങൾക്കും ഇവരെന്ത് ചെയ്തു? തുരങ്കം വെച്ചു. കമ്മീഷൻ വാങ്ങുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം അവിടെയും വ്യാപകമായിട്ട് വരികയാണ്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുന്നതിനും കരിഞ്ചന്ത തടയുന്നതിലും സോവിയറ്റ് നേതൃത്വത്തിനുണ്ടായ പരാജയം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും ജനങ്ങളെ അകറ്റുകയും നിരാശരാക്കി മാറ്റുകയുമാണ് ഉണ്ടായത്. മാത്രമല്ല വംശീയ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായി. എത്നിക് പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വംശീയ പ്രശ്നങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ഇടയാക്കി എന്ന് പറയുന്നുണ്ട്. സോവിയറ്റ് യൂണിയനിൽ 15 റിപ്പബ്ലിക്കുകളാണ് ഉണ്ടായിരുന്നത്, അല്ല? സോവിയറ്റ് യൂണിയനിൽ 15 റിപ്പബ്ലിക്കുകൾ, അതായത് നമ്മൾ നോക്കിയാൽ
കസാക്കിസ്ഥാൻ, കസാക്കുകൾ എന്ന് പറയുന്ന വിഭാഗം, ഉസ്ബെക്കിസ്ഥാൻ, ഉസ്ബേക്കുകൾ എന്ന് പറയുന്ന വിഭാഗം, കിർഗിസ്ഥാൻ, കിർഗികൾ എന്ന് പറയുന്ന വിഭാഗം, തജിക്കിസ്ഥാൻ, തജിക്കുകൾ എന്ന് പറയുന്ന വിഭാഗം, ടർക്ക്മെനിസ്ഥാൻ, തുർക്കികൾ എന്ന് പറയുന്ന വിഭാഗം, അങ്ങനെ വിവിധ തരത്തിലുള്ള ഗോത്രങ്ങളിൽപ്പെട്ട ജനങ്ങൾ അധിവസിച്ചിരുന്നതായിരുന്നു ഈ റിപ്പബ്ലിക്കുകളായിട്ടുണ്ടായിരുന്ന USSRലെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അതുകൊണ്ട് തന്നെ വംശീയപരമായിട്ട് അവർ തമ്മിൽ എന്താണ് അനൈക്യമുണ്ടായിരുന്നു എന്നുള്ളതും കാരണമാണ്, അല്ലേ? വംശീയമായ അസ്വസ്ഥതകളും വിഭാഗീയ പ്രവണതകളും ഇവർക്കിടയിൽ ശക്തിയാർജിച്ചു കൊണ്ടിരുന്നു. പല റിപ്പബ്ലിക്കുകളും സ്വാതന്ത്ര്യവും സ്വയംഭരണവും വേണമെന്ന് പറയുന്നൊരു ആവശ്യത്തിലേക്ക് വരാനായിട്ട് തുടങ്ങി. കിഴക്കൻ യൂറോപ്പിലാവട്ടെ ഈ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളുടെ പതനം എന്ന് പറയുന്നത് റിപ്പബ്ലിക്കുകളിലെ വിഭാഗീയ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായത്. റിപ്പബ്ലിക്കുകളിലെ വംശീയ കലാപങ്ങൾ സീമാതീതമാവുകയും സോവിയറ്റ് യൂണിയൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്തു. അതായത് ഈ റിപ്പബ്ലിക്കുകളിൽ വംശീയ കലാപങ്ങൾ ഭയങ്കരമായിട്ട് വളർന്നു. ഈ വളർച്ചയെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ നിലനിൽപ്പിന് വലിയ ഒരു ഭീഷണിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. ഇതിനെ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ വളം പാകിക്കൊണ്ടുണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത് മിഖായേൽ ഗോർബച്ചേവിൻ്റെ നയങ്ങളായിരുന്നു. മിഖായേൽ ഗോർബച്ചേവിൻ്റെ എന്ത് നയമാണ് ഇവിടെ ദോഷകരമായി മാറ്റപ്പെട്ടത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. 1985 മിഖായേൽ ഗോർബച്ചേവ് അധികാരത്തിലെത്തിയത്. അതായത് സോവിയറ്റ് യൂണിയൻ തകർന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ അധികാരത്തിലെത്തിയ മിഖായേൽ ഗോർബച്ചേവിന് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തടഞ്ഞു നിർത്തുവാൻ സാധിച്ചില്ല എന്നത് മാത്രമാണ് സോവിയറ്റ് യൂണിയൻ തകർത്തത് ഗോർബച്ചേവാണെന്ന് പറയുന്ന വാദത്തിന് ഉപോത്ബലകമായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മിഖായേൽ ഗോർബച്ചേവ് തുടങ്ങി വെച്ച പരിഷ്കാരങ്ങളാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമെങ്കിൽ എന്ത് പരിഷ്കാരമാണ് ഇവിടെ തുടങ്ങിയതെന്ന് കൂടി അറിയണം, അല്ലേ? സോവിയറ്റ് ഭരണകൂടത്തെ മാനുഷികവും ജനാധിപത്യപരവുമായിട്ടുള്ള ഒന്നാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹം ആരംഭിച്ചു. അതായത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇപ്പോൾ ജനങ്ങൾ എന്താണ് എതിർപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ആ എതിർപ്പ് കാണിക്കുന്ന ജനങ്ങളെ ഭരണകൂടത്തിൻ്റെ ഒപ്പം നിർത്തണമെന്നുണ്ടെങ്കിൽ ഭരണകൂടം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെ ഇദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതികളിൽ ഒരെണ്ണത്തിൻ്റെ പേരാണ് ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയും, ഗ്ലാസ്നോസ്റ്റ്. മറ്റൊരു പദ്ധതിയുടെ പേരാണ് പെരിസ്ട്രോയിക്ക എന്ന് പറയും. അങ്ങനെ ഗ്ലാസ്നോസ്റ്റ് എന്നും പെരിസ്ട്രോയിക്ക എന്നും പറയുന്ന മാനുഷികവും ജനാധിപത്യപരവുമായിട്ടുള്ള രണ്ട് നടപടികൾ സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിക്കൊണ്ട് നവീന പദ്ധതികളിലൂടെ സോവിയറ്റ് വ്യവസ്ഥയെ അടിമുടി ഉടച്ചുമാർക്കുവാനായിട്ട് പരിശ്രമിച്ച വ്യക്തിയുടെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞ മിഖായേൽ ഗോർബച്ചേവ്. പക്ഷേ ഗോർബച്ചേവിൻ്റെ ഈ നവീകരണ ആശയങ്ങളെന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ശിഥിലീകരണത്തിന് കാരണമായി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഒഴിവാക്കേണ്ടി വന്നു. അതായത് രാഷ്ട്രീയ വനവാസത്തിന് അദ്ദേഹത്തിന് പിന്നീട് പോകേണ്ടതായിട്ട് വന്നു. ഈ ഗ്ലാസ്നോസ്റ്റ് എന്ന് പറഞ്ഞൊരു പദമുണ്ടല്ലോ, ഈ പദത്തിനൊരു പ്രത്യേക അർത്ഥമുണ്ട്, അല്ലേ? ഗ്ലാസ്നോസ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഓപ്പൺനെസ് അഥവാ തുറന്ന സമീപനം എന്നതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം, അല്ലേ? ഗ്ലാസ്നോസ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ അത് ഓപ്പൺനെസ് അഥവാ തുറന്ന സമീപനം എന്നാണ് അർത്ഥമാക്കുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ വിഷയങ്ങളിന്മേലുള്ള ഒരു തുറന്ന ചർച്ചയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കേട്ടോ. അപ്പോൾ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ വിഷയങ്ങളിന്മേലുള്ള ഒരു തുറന്ന ചർച്ചയാണ് ഈ ഗ്ലാസ്നോസ്റ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൗരാവകാശങ്ങളിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുക എന്നതായിരുന്നു ഈ ഗ്ലാസ്നോസ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഗ്ലാസ്നോസ്റ്റ് നടപ്പിലാക്കപ്പെട്ടതോടെ ഒരുപാട് തടവുകാർ ജയിലിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു, അല്ലേ? വിമതന്മാർ, തടവുകാരൊക്കെ ജയിലിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയാണ്. എഴുത്തുകാർ മോചിപ്പിക്കപ്പെട്ടു, അല്ലേ? ബുക്കീറിനെ പോലെയുള്ള നേതാക്കന്മാർ കുറ്റവിമുക്തരായി. ദീർഘകാലമായിട്ട് നിരോധിക്കപ്പെട്ട സ്റ്റാലിൻ വിരുദ്ധ ചലച്ചിത്രങ്ങൾ, അതായത് ഈ പറയുന്ന സോവിയറ്റ് യൂണിയനെ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചത് ജോസഫ് സ്റ്റാലിൻ്റെ ഏകാധിപത്യ പ്രവണതയാണ് എന്ന് വിമർശിച്ചു കൊണ്ടുവന്ന ചലച്ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുവാൻ അനുമതി നൽകാതെ പെട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. നോവലുകളും പ്രസിദ്ധീകരിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ മിഖായേൽ ഗോർബച്ചേവ് വന്നു കഴിഞ്ഞപ്പോൾ, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസിദ്ധീകരണങ്ങളായിട്ടും നോവലുകളായിട്ടും ചലച്ചിത്രങ്ങളായിട്ടും വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ വിരുദ്ധ ചലച്ചിത്രങ്ങൾ വരെ എന്ത് ചെയ്തു? പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജനങ്ങളത് വായിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അതോടുകൂടി വെറുപ്പ് കൂടുതൽ തീവ്രമായിട്ട് വരികയാണ്. അങ്ങനെ പൗരാവകാശ സാംസ്കാരിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിൽ അനുവദിച്ചു കൊടുത്ത വ്യക്തിയാണ് മിഖായേൽ ഗോർബച്ചേവ് എന്ന് പറയുന്നത്. ഈ പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഈ പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് വെച്ചാൽ റീസ്ട്രക്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? പുനഃസംഘടന എന്നാണ് അർത്ഥം. റീസ്ട്രക്ചർ ദ എക്കോണമി, റീസ്ട്രക്ചർ ദ പോളിറ്റി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യുക,
പുനഃസംഘടിപ്പിക്കുക, സാമ്പത്തികപരമായിട്ട് എന്ത് ചെയ്യുക, പുനഃസംഘടിപ്പിക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് അതായത് ഭരണപരമായിട്ട് എന്ത് ചെയ്യുക, മണ്ഡലങ്ങളെ സമഗ്രമായിട്ട് പുനഃസംഘടിപ്പിക്കുക. ഇങ്ങനെയുള്ളൊരു പദ്ധതിയായിരുന്നു പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത്. സോവിയറ്റ് സമ്പദ് വ്യവസ്ഥയുടെ മുരടിപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മിഖായേൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന ഈ പദ്ധതി പ്രധാനമായിട്ടും ഉൽപ്പാദന മേഖലയിലുള്ള ഭരണകൂടത്തിന് നിയന്ത്രണത്തെയും അങ്ങ് കുറച്ചു കൊടുത്തു. അതായത് പതുക്കെ പതുക്കെ മുതലാളിത്തം എന്ന് പറയുന്നത് അനുവദിക്കുവാനായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന അടിച്ചമർത്തലിനെ, അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന അവഗണനയ്ക്ക് എല്ലാം മാറ്റം വന്നു തുടങ്ങി. ജനങ്ങൾക്ക് പതുക്കെ പതുക്കെ സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങി, അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങി, സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങി, രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങി. അതുപോലെ തന്നെ ഭരണപരമായിട്ട് ജനങ്ങൾ പല സൗകുമാര്യങ്ങളും അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി, ഇതുവരെ കിട്ടാതിരുന്നത് കുറച്ച് കിട്ടിയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരവസ്ഥ എന്ന് ജനങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യുവാൻ തുടങ്ങി. അതോടുകൂടി എന്താണ്, കേന്ദ്രീകൃതമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല ആസൂത്രണങ്ങളുമുണ്ട്. അതിലെല്ലാം ഇളവുകൾ വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി തുടങ്ങി. അങ്ങനെ സമ്പദ്ഘടനയെ കമ്പോള ശക്തികൾക്കായിട്ട് തുറന്നു കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതായത് വിദേശത്തുള്ള പല സ്ഥാപനങ്ങൾക്കും സോവിയറ്റ് യൂണിയനിൽ വരുവാനും അവരുടെ ജീവിത നിലവാര സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് പ്രദർശിപ്പിക്കുവാനും അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപെടാനുമെല്ലാം അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, കാലാകാലങ്ങളായിട്ട് പ്രത്യേകിച്ച് 1922 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം 1922 യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 1991 തകരുന്നതിന് തൊട്ട് മുൻപ്, അതായത് 1985 മിഖായേൽ ഗോർബച്ചേവ് വരുന്നതുവരെ അവിടം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഞങ്ങളെ അടിച്ചമർത്തി വരികയായിരുന്നുവെന്നും ജനകീയപരമായ അവകാശങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നും തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? മിഖായേൽ ഗോർബച്ചേവ് വന്നിട്ട് ഇവർക്ക് അവകാശങ്ങളെല്ലാം അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഇങ്ങനെയും ഒരു ലോകം പുറത്തുണ്ടായിരുന്നു എന്ന്. അതോടുകൂടി ഈ പറയുന്ന ആശയങ്ങളെ, അടിച്ചമർത്തൽ ആശയങ്ങളെ, സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ തന്നെ തിരിഞ്ഞുകൊത്തുന്ന രീതിയിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ കേന്ദ്രീകൃത ആസൂത്രണത്തിൽ അയവ് വരുത്തുക, സമ്പദ്ഘടനയെ കമ്പോള ശക്തികൾക്ക് ആയിട്ട് തുറന്നു കൊടുക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് പുതിയ സാമ്പത്തിക പരിഷ്കരണങ്ങൾ വരികയാണ്. അങ്ങനെ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണത്തിനാണ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന നയം കൂടുതൽ ഊന്നൽ നൽകിയത്. രാഷ്ട്രീയ രംഗത്ത് സമൂലമായ പരിഷ്കാരങ്ങൾ വരുത്തുവാനും ഗോർബച്ചേവ് ഈ അവസരം വിനിയോഗിച്ചു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ജനാധിപത്യം കൊണ്ടുവരുവാനായിട്ടുള്ള നടപടികളാണ് മിഖായേൽ ഗോർബച്ചേവ് ആരംഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ജനാധിപത്യം കൊണ്ടുവരുവാനായിട്ടുള്ള നടപടികൾ ഈ പറയുന്ന മിഖായേൽ ഗോർബച്ചേവ് ആരംഭിച്ചു. ഇതോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികൾക്ക് പ്രവർത്തിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം ഈ പറയുന്ന റഷ്യയിലും, റഷ്യ എന്ന് പറയാൻ പറ്റില്ല, സോവിയറ്റ് യൂണിയനിൽ ലഭിച്ചു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നുണ്ടായി ഭിന്നിപ്പിന് കാരണമായി. ഇതെന്താണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നയങ്ങൾ നിങ്ങൾ മാറ്റുകയാണോ എന്ന ചിന്ത ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മിഖായേൽ ഗോർബച്ചേവിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുവാൻ ആളുകളെ പ്രേരിപ്പിച്ചു. ഗോർബച്ചേവിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചതിന് വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാക്കിയത്. അതായത് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു കഴിയുമ്പോൾ സ്വാതന്ത്ര്യം കൊടുത്ത വ്യക്തികളോട് ജനങ്ങൾക്ക് കൂറുണ്ടാകുമെന്നാണ് ഗോർബച്ചേവ് കരുതിയതെങ്കിൽ, കിട്ടാക്കനിയായിരുന്ന സ്വാതന്ത്ര്യം ഒരൽപ്പം കിട്ടിയപ്പോൾ ഞങ്ങൾക്കിത് മുഴുവനും വേണം, തന്നേ തീരുവെന്ന മട്ടിൽ ജനങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തയാളുകൾക്കെതിരെ തിരിയുന്നൊരു പ്രവണതയാണ് ഉണ്ടായത്. അതോടുകൂടി എന്തായി? ജനങ്ങൾ ഭരണകൂടത്തിനെതിരായിട്ട് മാറി. ഗോർബച്ചേവിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഫലങ്ങൾ ഉണ്ടാക്കി. ജനങ്ങൾ സഹകരിച്ചെങ്കിലല്ലേ അനുകൂല ഫലം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് കുത്തനെ ഇടിയാൻ തുടങ്ങി. രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുവാനും തുടങ്ങി. പണപ്പെരുപ്പം എന്ന് പറയുന്നത് അവശ്യ വസ്തുക്കളുടെ ദൗർലഭ്യത്തിനും വിലവർദ്ധനവിനും കാരണമാവുകയാണ്, അല്ലേ? മാത്രമല്ല അവിടെ സമരങ്ങൾ ആരംഭിച്ചു, സമര പരമ്പരകളും ആരംഭിച്ചു. 1989 സൈബീരിയയിലെ ഖനിത്തൊഴിലാളികൾ അവർക്ക് കുളിക്കുന്നതിന് സോപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ടൊരു പണിമുടക്ക് ആരംഭിച്ചു. അതായത് 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം റഷ്യയിൽ നടന്ന ആദ്യത്തെ പണിമുടക്കെന്ന് പറയുന്നത് സൈബീരിയയിലുള്ള ഖനിത്തൊഴിലാളികൾക്ക് സോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോപ്പ് കിട്ടാതിരുന്ന അവസരത്തിൽ അവർ നടത്തിയ പണിമുടക്കാണ്. സോവിയറ്റ് യൂണിയനിലുണ്ടായ ആദ്യത്തെ വ്യാപക പണിമുടക്കെന്നാണ് അത് അറിയപ്പെടുന്നത്. അതേപോലെ സോവിയറ്റ് യൂണിയൻ്റെ കൂടെ നിന്ന വിവിധ റിപ്പബ്ലിക്കുകളുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോളണ്ട്, ഹംഗറി, റുമേനിയ മുതലായ റിപ്പബ്ലിക്കുകളുണ്ടല്ലോ. ഈ റിപ്പബ്ലിക്കുകളിലുമൊക്കെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. സ്റ്റാലിൻ്റെ കാലം മുതൽ 15 റിപ്പബ്ലിക്കുകളും ഈ സോവിയറ്റ് യൂണിയൻ്റെ കർശനമായ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഈ നിയന്ത്രണങ്ങളെല്ലാം തകർത്തു. കാരണം സോവിയറ്റ് യൂണിയൻ അമിതമായിട്ട് ഇടപെടില്ല എന്നൊരവസ്ഥാവിശേഷമുണ്ടായി. അതോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇനി നമ്മളെ അടിച്ചമർത്താൻ വരില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയുള്ള റിപ്പബ്ലിക്
റിപ്പബ്ലിക്കുകൾ സ്വതന്ത്രമായിട്ട് നിലനിൽപ്പിന് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഓരോരോ പ്രദേശങ്ങളും പതുക്കെ പതുക്കെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ തുടങ്ങി. 1990 മാർച്ച് മാസത്തിൽ ലിത്വാനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ലിത്വാനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടുകൂടി ലാത്വിയയും എസ്റ്റോണിയയും ഈ കൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും പ്രത്യേകം റിപ്പബ്ലിക്കുകളായിട്ട് നിലവിൽ വരികയും ചെയ്തു. 1991 ഏപ്രിലിൽ ജോർജിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതോടുകൂടി ഗോർബച്ചേവിൻ്റെ കീഴിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ശിഥിലമാകുന്നു എന്നൊരു ചിന്ത വന്നു തുടങ്ങി. സോവിയറ്റ് യൂണിയൻ്റെ മേലുള്ള നിയന്ത്രണം ഗോർബച്ചേവിന് നഷ്ടപ്പെട്ടു. രാജ്യം പല പല കഷണങ്ങളായിട്ട് പൊട്ടിച്ചിതറുകയും ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗോർബച്ചേവ് എന്ത് ചെയ്തു? ഒരവസാന ശ്രമം നടത്തുകയുണ്ടായി. അദ്ദേഹം റിപ്പബ്ലിക്കുകളുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അതേപോലെ തന്നെ 1991 ഓഗസ്റ്റ് 19 വൈസ് പ്രസിഡന്റ് ഗെന്നഡി യാനേവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം എന്ത് ചെയ്തു? ഗോർബച്ചേവിനെ വീട്ടുതടങ്കലിലാക്കിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്തു. അതായത് ഗോർബച്ചേവിനെ സോവിയറ്റ് യൂണിയൻ്റെ ഭരണത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കുന്നില്ല, ഗോർബച്ചേവിനെ ഞങ്ങൾ ഇതാ നീക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോർബച്ചേവിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഗെന്നഡി യാനയേവിൻ്റെ നേതൃത്വത്തിലുള്ള യാഥാസ്ഥിതിക വിഭാഗം എന്ത് ചെയ്തു? ഭരണത്തെ അട്ടിമറിക്കുകയും ഗോർബച്ചേവിനെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. ഈ സമയത്താണ് USSRൻ്റെ കൂടെയുണ്ടായിരുന്ന റഷ്യൻ റിപ്പബ്ലിക്, അതായത് 15 സോവിയറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് റഷ്യൻ റിപ്പബ്ലിക്. ആ റഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയുടെ പേരാണ് ബോറിസ് യെൽസിൻ എന്ന് പറയുന്നത്. ബോറിസ് യെൽസിൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ അട്ടിമറി ശ്രമത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും തൽഫലമായിട്ട് 10,000-കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുകയും ഈ പറയുന്ന യാനേവിനെതിരായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യാനേവ് കീഴടങ്ങി. ഗോർബച്ചേവ് വീണ്ടും പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റു. എന്നാൽ ഈ ഒരു അട്ടിമറി സംഭവത്തോടുകൂടി എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂടുകയാണ് ഉണ്ടായത്. അല്ല, തടങ്കലിലാക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഗോർബച്ചേവിൻ്റെ പ്രശസ്തിക്ക് മങ്ങലേറ്റു. അതേസമയത്ത് വൈസ് പ്രസിഡന്റ് തടവിലാക്കിയ ഗോർബച്ചേവിനെ മോചിപ്പിച്ച റഷ്യയുടെ ലീഡറായിരുന്ന ബോറിസ് യെൽസിൻ എന്ന് പറയുന്നയാളുടെ ആ ഒരു ഖ്യാതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും അദ്ദേഹം അതിശക്തനായ ഒരു നേതാവായിട്ട് ഉയർന്നു വരികയുമാണ് ഉണ്ടായത്. ഈ ബോറിസ് യെൽസിൻ ഗോർബച്ചേവിനെയും സോവിയറ്റ് യൂണിയനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് റഷ്യൻ ഫെഡറേഷനിൽ ഭരണം നടത്തി റിപ്പബ്ലിക്കുകളെ ഒന്നിപ്പിച്ചു നിർത്താനായിട്ട് ചർച്ചകളൊക്കെ ആരംഭിച്ചു. അതായത് റഷ്യൻ ഫെഡറേഷനെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന സോവിയറ്റുകളെ കൂടെ കൂട്ടിക്കൊണ്ടുള്ളൊരു ചർച്ചയാണ് ഈ പറയുന്ന നമ്മുടെ ബോറിസ് യെൽസിൻ ചിന്തിച്ചത്. 1991 ഡിസംബറിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഇനി മുതൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് എന്ത് ചെയ്തു? യെൽസിൻ പ്രഖ്യാപിച്ചു. അതായത് സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിപ്പോയ രാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ കോമൺവെൽത്ത്, അതായത് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് എന്ന പേരിൽ എന്ത് ചെയ്തു? ഒരു പുതിയ യൂണിയൻ രൂപീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടുകൂടി സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണം ഉറപ്പായി. ഡിസംബർ 25 ഗോർബച്ചേവ് എന്ത് ചെയ്തു? പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. 1991 ഡിസംബർ 25 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അതോടുകൂടി എന്തായി? സോവിയറ്റ് യൂണിയൻ ഔപചാരികമായിട്ട് ഇല്ലാതെയായി. മാത്രമല്ല 15 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തൽസ്ഥാനത്ത് നിലവിൽ വരികയുമാണ് ഉണ്ടായത്. സോവിയറ്റ് യൂണിയൻ്റെ പതനം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒന്നാണ്. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനം വളരെ പെട്ടെന്ന് സംഭവിച്ച ഒന്നായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ രക്തച്ചൊരിച്ചിൽ ഇവിടെയും ഉണ്ടായില്ല എന്ന് പറയാം. അതെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പോലെ രക്തച്ചൊരിച്ചിലില്ലാതെ നടന്നതാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി എന്ത് സംഭവിച്ചു? മുതലാളിത്ത രാഷ്ട്രങ്ങൾക്കെതിരായിട്ടൊരു സോഷ്യലിസ്റ്റ് ബദൽ എന്ന് പറയുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ, ആ സ്വപ്നവും തകരുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഒരു യുഗത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന തകർച്ചയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അന്തർദേശീയ രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നൊരു തകർച്ചയായിരുന്നു ഇത്. അരനൂറ്റാണ്ടിലേറെ ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരുന്ന ശീതസമരം എന്ന് പറയുന്നത് അവസാനിക്കുകയും ഇരുധ്രുവ ലോകമെന്ന് പറയുന്നത് അസ്തമിക്കുകയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തത് ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടു കൂടിയായിരുന്നു. ഇതാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനം എന്ന പേരിട്ടിരിക്കുന്ന ഈ ഒരു ചാപ്റ്റർ, അതല്ലെങ്കിൽ കോൾഡ് വാർ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ.